കൂടെ കരമുയർത്തി സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് വിജയകുമാർ എന്നാണ്. ഞാൻ തൊടുപുഴയിൽ കുടുംബമായി താമസിച്ച് കഴിഞ്ഞ ഏകദേശം 14 പരം വർഷങ്ങളായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ 2 മക്കൾ, അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഒരുമിച്ചാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. അങ്ങനെ കടന്നു വരാൻ കർത്താവ് കൃപ തന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരുപാട് പ്രാവശ്യം ഇതിനു മുമ്പ് എരുമേലിയിലൊക്കെ വന്നിട്ടുണ്ട്. ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ഏകദേശം 15ഓളം പ്രാവശ്യം എരുമേലി വഴിയാണ് പോയത്. എവിടെ പോയതെന്ന് നിങ്ങൾക്കറിയാലോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായി, ഒത്തിരി ശ്രേഷ്ഠകരമായി, ഒത്തിരി മഹത്വകരമായി ഇന്ന് രാത്രിയിൽ ഞാനിവിടെ നിൽക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷ്യമായിട്ടാണ്. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ഇന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അന്ന് വേറെയൊക്കെയാണ് കയ്യിലുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ജീവനുള്ള ദൈവത്തിന്റെ വചനവുമായിട്ട് ഇന്ന് രാത്രി മണ്ണിൽ കാലുകുത്താൻ ദൈവം എനിക്ക് തന്ന കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവിനെ ഒന്ന് കണ്ടുമുട്ടുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് ആമേൻ ആ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന എന്നെ 2007 പുറത്തു കൊണ്ടുവന്ന 2007 എന്നെ വിളിച്ചു വേർതിരിച്ച ആ മഹാദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവനൊപ്പം പറയാൻ ഉലകത്തിൽ ആരുമില്ല, അവനെ പോലെ ആരാധ്യൻ വേറെ ആരുമില്ല. അവന്റെ പേരത്രേ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഒരിക്കലും ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഇങ്ങനെ ആമേൻ ഒരു മാർഗത്തിൽ വരുമെന്നോ ഇങ്ങനെ ഒരു സുവിശേഷകനായി തീരുമെന്നോ ഒരിക്കലും ആമേൻ ഒരിക്കലും ചിന്തിച്ചതല്ല. എന്നാൽ നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളുമല്ല എന്റെ വഴികൾ, അതൊക്കെയും എത്രയോ അഗോചരമായിരിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ് തക്ക സമയമായപ്പോൾ എന്നെ വിളിച്ചു വേർതിരിച്ചു. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ച് ജീവിച്ച് വളർത്തപ്പെട്ടയാളാണ് ഞാൻ. ഒരുപാട് ചുറ്റുപാടുകള് ആമേൻ എനിക്കുണ്ട്. ഞാനതൊന്നും ആമേൻ പറഞ്ഞു പോകാൻ ആമേൻ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നത്. വളരെയേറെ ഒത്തിരി പുരാതനമായൊരു കുടുംബത്തിൽ ഞാൻ ജനിച്ചു ജീവിച്ചു വളർത്തപ്പെട്ടു. ഒരു കുടുംബം പോലെയൊക്കെ ഒരുപാട് പേര് 10-30ഓളം പേര് ഒരു വീട്ടിലുണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചു ജീവിച്ചു വളർത്തപ്പെട്ടത്. അക്കാലങ്ങളിൽ ഞാൻ ആയിരുന്ന ആ പശ്ചാത്തലത്തിൽ നിന്ന് വളരെ എരിവോടെ ആ നിലവാരത്തിൽ ഞാൻ മുൻപോട്ട് പോയി. എന്നാൽ 1999 ഫെബ്രുവരി മാസം എൻ്റെ വിവാഹം ഞങ്ങള് നടന്നു. ശേഷം 2000 മെയ് 9 എൻ്റെ കുഞ്ഞ് തൊടുപുഴ ചാഴികാട്ട് ഹോസ്പിറ്റലിൽ ജനിച്ചു. അന്ന് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു എൻ്റെ കുഞ്ഞിന്റെ ജനനം. എൻ്റെ കുഞ്ഞ് മരിച്ചു പോകും എന്ന് ഡോക്ടർമാരൊക്കെ വിധി എഴുതി. എൻ്റെ വൈഫ് ഒരു അബ്നോർമൽ അവസ്ഥയൊക്കെ ആയിരുന്നു. ആ സാഹചര്യത്തിൽ ഒരു സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ആ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ അസൗകര്യമായതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ അടുത്തൊരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത്രയും ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും, വഷളാകും എന്ന് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് അല്പം സൗകര്യമുള്ള ഒരു ആശുപത്രിയിൽ എൻ്റെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം 9 ദിവസം ആ ഹോസ്പിറ്റലിൽ കിടന്നു. ആ 9 ദിവസവും ഞാൻ വീട്ടിൽ പോയില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരത്തുള്ളൂ. ആ വരാന്തയിൽ കിടന്നു. സെന്റ് മേരീസ് ആശുപത്രിയാണ് തൊടുപുഴ. നിങ്ങൾക്കറിയാം, ഈരാറ്റുപേട്ട റൂട്ടിലുള്ള സെന്റ് മേരീസ് ആശുപത്രി. അന്ന് 2 നിലകളെ ആ ഹോസ്പിറ്റലുള്ളൂ, ഇന്നൊരു 7-8 നിലകളുണ്ട്. അങ്ങനെ ഒരു ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഏകദേശം 9ാമത്തെ ദിവസം ഡോക്ടർമാർ പറഞ്ഞു ഒരു അല്പം വ്യത്യാസമുണ്ട്. കാരണം അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾക്ക് അതിന്റെ ബില്ലൊന്നും അടയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് ഞങ്ങൾ കുഞ്ഞിനെയുമായിട്ട് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് 2-3 ടർക്കിയൊക്കെ മേടിച്ച് എൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞ്, കാരണം ചെറിയൊരു കാറ്റടിച്ചാൽ പോലും എൻ്റെ കുഞ്ഞിന് ഒരു അസ്വസ്ഥതയും പ്രയാസങ്ങളുണ്ട്, ശ്വാസം കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വീട്ടില് ഏകദേശം കൊണ്ടുവന്ന് ഒരു 7 വർഷം മാറി മാറി എൻ്റെ കുഞ്ഞിനെ ചികിത്സിച്ചു. കോട്ടയത്ത് ESI ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും അങ്ങനെ പല ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി ഒരുപാട് നേർച്ച കാഴ്ചകൾ നടത്തി. ഏതൊരു മതസ്ഥർ ആരെ പരിചയപ്പെടുത്തുമോ അങ്ങനെയുള്ള വ്യക്തികളുടെ അടുക്കൽ പോയി ആമേൻ ലോൺ എടുത്തും കടം മേടിച്ചും ഒക്കെ ഒത്തിരി നേർച്ച കാഴ്ചകളും വഴിപാടുകളും ഒക്കെ എൻ്റെ കുഞ്ഞിന്റെ ജീവൻ മടക്കി കിട്ടാൻ വേണ്ടിയൊക്കെ ഞാൻ ചെയ്തു. തൊടുപുഴയിൽ ഞാൻ ആ സമയത്ത് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ നല്ല ലാഭത്തിലൂടെ ഓടിപ്പോയൊരു ബിസിനസ്സാണ്. പക്ഷേ എൻ്റെ കുഞ്ഞിന്റെ രോഗാവസ്ഥയിൽ എനിക്കത് ശ്രദ്ധിക്കാതെ വന്നു. അങ്ങനെ അത് അടച്ചു പൂട്ടേണ്ടി വന്നു. കാരണം 4 മാസമായി എൻ്റെ വാടക കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിലായി. പ്രിയപ്പെട്ടവരെ, ഭ്രാന്തമായ ഒരു അവസ്ഥയിലോട്ട് ഞാൻ ആയിപ്പോയി. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അന്നത്തെ കോലമൊക്കെ പഴയ ചില ഫോട്ടോകളൊക്കെ നിങ്ങളെ കാണിക്കുമ്പോൾ അറിയാം. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി.
2007 ഫെബ്രുവരി മാസം 1-ാം തീയതി രാവിലെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു, ഇന്ന് വരുമ്പോൾ 1 കിലോ അരിയെങ്കിലും മേടിച്ചുകൊണ്ട് കാരണം എന്നാണെന്നറിയാമോ? 4 ദിവസമായി വീട് പട്ടിണിയാണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് മുറ്റത്ത് നിൽക്കുന്ന പേരയ്ക്ക പറിച്ച് ഇടിച്ചു പിഴിഞ്ഞ് എന്റെ 2 കുഞ്ഞുങ്ങൾക്കും കൊടുത്തോണ്ടിരുന്നത്. കാരണം എന്റെ വൈഫിനോട് പറഞ്ഞു, ഒരു കാരണവശാലും അയൽവക്കത്ത് പോയി അരിയോ സാധനമോ അവര് തരുന്ന ഭക്ഷണമോ വാങ്ങരുത്. ദുരഭിമാനം കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാണ്. കാരണം അവരാരും അറിയരുത് നമ്മൾ പട്ടിണിയിലാണെന്ന് ആരും അറിയരുത്. എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചോ, കഴിച്ചോ എന്ന് പറഞ്ഞോണം എന്നെങ്ങനെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു വെച്ചു. അവസാനം നിവർത്തികേട് കൊണ്ട് നിർബന്ധിച്ച് എന്നോട് പറഞ്ഞു, ഇനി അങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇച്ചിരി ഭക്ഷണം കൊടുക്കാതിരുന്നാൽ കുഞ്ഞുങ്ങളെ അത് മരിക്കുന്നത് കാണാം, അത് വേണ്ട, എങ്ങനെയും 1 കിലോ അരി മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കട്ടെ, എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു. പ്രിയരെ, ഉച്ചവരെ ഞാൻ വായനശാലയിലും അവിടെ ഇവിടേക്ക് പോയിരുന്നു സമയം കളയാൻ വേണ്ടി. ഉച്ച സമയമായി, കാരണം ഉച്ച സമയമാകുമ്പോൾ കടകളിൽ തിരക്ക് കുറവുണ്ട്. ആ ഉച്ച സമയമായപ്പോ കടയിൽ ചെന്നിട്ട്, പരിചയമുള്ളൊരു കടയാണ്, അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് 1 കിലോ അരി കടമായിട്ട് തരണം, എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ നാളെ വരുമ്പോ പൈസ തരാം എന്ന് പറഞ്ഞപ്പോ, പരിചയമുള്ളൊരു ചേട്ടനാണെങ്കിലും അദ്ദേഹം 2-3 പേരവിടെ നിപ്പുണ്ട്. എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സഹോദര, ഒരുപാട് പേർക്ക് കടം കൊടുത്തു, പക്ഷേ മേടിച്ചുകൊണ്ട് പോകുന്നല്ലാതെ ആരും തിരിച്ചു കൊണ്ടുവരുന്നില്ല, അതുകൊണ്ട് കടം കൊടുക്കുന്ന പരിപാടി നിർത്തി, സോറി എന്നൊക്കെ പറഞ്ഞു. ഞാൻ വളരെ അത് കേട്ടിട്ട് ഞാനിങ്ങ് മാറി. അടുത്ത 2 കടയിൽ പോയിട്ട് ഇത് തന്നെ അവസ്ഥ. 3-മതൊരു മുസ്ലിം സഹോദരന്റെ കടയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു 1/2 കിലോ അരി തരാമോ? ഇങ്ങനെ തന്നെ ചോദിച്ചു, ഒരു 1/2 കിലോ അരി തരാമോ? ഞാൻ നാളെ വരുമ്പോ പൈസ തരാം, ഒരു 5 രൂപ എൻ്റെ ഉണ്ട്, ബാക്കി ഞാൻ നാളെ തരാമെന്ന് പറഞ്ഞു. കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും കൊടുക്കാൻ അത് മതി തൽക്കാലത്തേക്ക്. പക്ഷേ അത് എന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, വൈശാലിയിൽ നിന്ന് ഇറങ്ങി വന്നതാണോന്ന്. കാരണം വൈശാലി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വില കുറഞ്ഞ മദ്യം കിട്ടുന്ന ഒരു ബാറാണ്, ഇപ്പൊ അതില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ധാരണ, ഞാൻ കിട്ടുന്നത് മുഴുവൻ, ഇന്ന് ചിലരൊക്കെ ചെയ്യുന്നത് പോലെ കിട്ടുന്നത് മുഴുവൻ മദ്യഷാപ്പിൽ കൊടുത്തിട്ട്, കള്ളുഷാപ്പിൽ കൊടുത്തിട്ട് അല്ലേ അരി കടം വാങ്ങാനായിട്ട് ചെന്നു എന്നാണ് വിചാരിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ മദ്യപിച്ചിട്ടൊന്നും വന്നയാളല്ല, ഞാൻ അത് അറിഞ്ഞുകൊണ്ടാ ചോദിക്കുന്നേ. പറഞ്ഞു, ഇങ്ങനെ കൈ കണ്ണിട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ വളരെ സങ്കടപ്പെട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് തൊട്ടടുത്തൊരു ചേട്ടന്റെ കടയിൽ ചെന്നിട്ട്, പരിചയമുള്ളൊരു ചേട്ടന്റെ, അതൊന്ന് ഗാന്ധി സ്കോർ എന്നാണ് അതിനറിയപ്പെടുന്നത്, അവിടെ ചെന്നിട്ട് 1.5 രൂപ കൊടുത്ത അശോക ബ്ലേഡ് മേടിച്ച് ഞാൻ പോക്കറ്റ് വെച്ചു. വെച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. ഞാൻ നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ ചിന്തിച്ചു, ഒത്തിരി ഞാൻ കരയുകയായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ വിശ്വസിച്ചിരുന്നവർക്ക് വേണ്ടിയൊക്കെ ചെയ്തു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ നേരായ വഴിയിലൂടെ ഞാൻ നടന്നു. സ്വന്തമായി പാടവും പത്തായപ്പുരയും ഉണ്ടായിരുന്ന ഞാൻ 1/2 കിലോ അരിക്ക് വേണ്ടി ഭിക്ഷ തണ്ടും പോലെ തൊടുപുഴ പട്ടണത്തിൽ, തൊടുപുഴ ചന്തയിൽ തെണ്ടേണ്ടി വന്ന ഗതികേട്, ഈ ദുരവസ്ഥ, ഈ അധപ്പതനം എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ വന്നു? ഞാൻ കരഞ്ഞുകൊണ്ട് പോയി. കാരണം എനിക്ക് അന്ന് ട്രിപ്പ് ഓട്ടോറിക്ഷ ഉണ്ട്, കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് നടന്നു പോവാൻ. വീട്ടിൽ ചെന്ന് കയറി. സന്ധ്യാസമയമായി, ഒരു 6-6:45 സമയമായി. എന്റെ വൈഫ് എന്നെ കണ്ടിട്ട് ചോദിച്ചു, ഒന്നും കിട്ടിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല, ഇനിയിട്ട് കിട്ടാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇച്ചിരി ദേഷ്യപ്പെട്ടിട്ട് ഞാൻ പെട്ടെന്ന് ഒരു ഡ്രസ്സ് മാറി, കാവ്യമുണ്ടൊക്കെ എടുത്തെടുത്ത് തോർത്തൊക്കെ തോളിലിട്ടിട്ട് എന്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങ് വന്നേ. എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെ എന്നെ പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യും. എന്നെ അങ്ങനെ പറയുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് തൊടുപുഴയിൽ ഭിക്ഷ അയച്ചിട്ടാണ് ഞാൻ വന്നത്. ബസ് സ്റ്റാൻഡിലൊക്കെ ഭിക്ഷ യാചിക്കുന്നവൻ പോകാൻ നേരത്ത് വൈകുന്നേരം ആകുമ്പോൾ 100 രൂപ അല്ലെങ്കിൽ ചുരുങ്ങിയത് 500 രൂപയെങ്കിലും കൊണ്ട് പോകത്തു. പക്ഷെ ഒരു മനുഷ്യൻ പോലും ഞാൻ ഒരു 1/2 കിലോ അരി ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ തൊടുപുഴയിലേക്ക് പോകുന്നില്ല, ഞാൻ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യും. ബ്ലേഡ് എടുത്ത് മുമ്പിലിട്ടു. നീയും പിള്ളേരും എങ്ങനെയെങ്കിലും ജീവിച്ചോണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പറഞ്ഞിട്ട് എന്റെ ഭാര്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങിയതല്ലേ, അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് ഒരുമിച്ച് അങ്ങ് തീർന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് തീർന്നേക്കാം. അങ്ങനെ 2007 ഫെബ്രുവരി മാസം 1-ാം തീയതി സന്ധ്യയ്ക്ക് ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ദേ ബ്ലേഡ് ഉണ്ട്, നീ പോയി എനിക്ക് ഇച്ചിരി വെള്ളം മേടിച്ചോണ്ട് വരാം. തൊട്ടടുത്ത വീട്ടില് സുരേഷ് എന്ന് പറയുന്ന ആ സഹോദരനൊക്കെ ഇന്നും ഞങ്ങളുടെ ചർച്ച 2-3 പ്രാവശ്യം വന്ന സഹോദരനാണ്. കാർപ്പന്ററാണ്. ഫർണിച്ചർ കട നടത്തി. കഴിഞ്ഞ ദിവസം പുതിയ കട ഉദ്ഘാടനം ചെയ്യപ്പോഴെല്ലാം ഞങ്ങളെ വിളിച്ചു. അദ്ദേഹത്തിനൊക്കെ ഈ സാക്ഷ്യം അറിയാം. അവിടെ ചെന്ന് ഇച്ചിരി കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു, കുടിക്കാൻ ദാഹിക്കുന്നു. വീട്ടിൽ കഞ്ഞിവെള്ളം ഇല്ല. വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞൊരു മഗ്ഗെടുത്ത് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അടുക്കളയ്ക്കകത്ത് കയറി.
ഈ അടുക്കളയുടെ മേൽഭാഗത്ത് ജനലിന്റെ മേളിൽ ഒരു ബോട്ടിൽ വിഷം തൊടുപുഴ കണ്ണിക്കാട്ട് ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്ന കടയിൽ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചൊക്കെ വരും. കാരണം ആ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്യണമെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിനകത്ത് വല്ലാതെ ഭരിച്ചു. കാരണം ഞാൻ ഡിഗ്രിയൊക്കെ പാസ്സായി. എൻ്റെ പ്രതീക്ഷ എനിക്ക് നല്ലൊരു സർക്കാർ ജോലി കിട്ടും. എനിക്കൊരു പെങ്ങളേ ഉള്ളൂ, യമനാ ദേവി എന്നാണ്, ഇപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുക. എൻ്റെ പെങ്ങള് എൻ്റെ ജാതകമൊക്കെ കൊണ്ടുവന്ന് ഒരു ജ്യോതിഷനെ കാണിച്ചു. അപ്പൊ പറഞ്ഞു നല്ല നക്ഷത്രമാണ്. അപ്പൊ ഞാൻ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുക ആ സമയത്ത്. അപ്പം നല്ല നക്ഷത്രമാണ്, ഇദ്ദേഹത്തിന് എന്തായാലും എന്ത് കിട്ടും, ജോലി കിട്ടും. അപ്പൊ അതുകൂടെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ആവേശമായി. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒന്നും നടന്നില്ല. പിന്നെ ഇതിനിടയ്ക്കൊരു കാര്യം ഞാൻ പറയാം, സന്തോഷത്തോടുകൂടെ പറയാതിരിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ പലകയ്ക്കകത്ത് ഒത്തിരി കോളങ്ങളുണ്ട്. വ്യാഴം, ചൊവ്വ, ശനി, ശുക്രൻ എന്നൊക്കെ കോളങ്ങളുണ്ട്. അറിയാലോ, പോയിട്ടുള്ളവർക്കറിയാം. കുറച്ച് കബഡിയൊക്കെ ഇങ്ങനെ വച്ചേക്കും. പക്ഷെ അദ്ദേഹം കബഡി നിരുത്തി ആ കോളത്തിനകത്തൊന്നും കാണാത്ത ഒരു ജോലി ഇന്ന് ഞാൻ ചെയ്യുന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആമേൻ. ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായൊരു ഉദ്യോഗം ഉലകത്തിൽ വേറെയില്ല. ഈ സ്തോത്രം പോരാ. ഹല്ലേലൂയ. കുഞ്ഞെ, 55 വയസ്സ് കഴിഞ്ഞ സർക്കാരിന് നിങ്ങളെ വേണ്ട, 60 വയസ്സ് കഴിഞ്ഞ വീട്ടുകാർക്കും വേണ്ട, 80 വയസ്സ് കഴിഞ്ഞ വീട്ടുകാർക്കും വേണ്ട, ഭൂമിക്ക് പോലും വേണ്ട. പക്ഷേ 80, 100 നീ ജീവിച്ചിരിക്കുന്ന ആയുസ്സുള്ളിടത്തോളം കാലം നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കും, വാർദ്ധക്യത്തിൽ ഞാൻ നിന്നെ ചുമക്കും, നിനക്ക് പുഷ്ടി തരുമെന്ന് എന്നോട് പറഞ്ഞ, നമ്മോട് പറഞ്ഞ ഒറ്റ ഒരുവനെ ഉലകത്തിലുള്ളൂ. അവന്റെ പേരത്രേ കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. ഇന്ന് പെൻഷൻ മേടിച്ചിട്ട് എത്ര നാളായല്ലേ? നമുക്കൊരു പെൻഷൻ കിട്ടുന്നില്ലേലും എത്ര അത്ഭുതകരമായി ദൈവം നമ്മളെ നടത്തുന്നു. അന്ന് സ്തോത്രം പറഞ്ഞേ. ഈ കോവിഡൊക്കെ വന്നപ്പോ സത്യം പറ, വേറെ ഏത് കാലഘട്ടത്തെക്കാളും ജീവിച്ചതിനേക്കാൾ മനോഹരമായിട്ടല്ലേ ജീവിച്ച്. ചിലര് പറഞ്ഞു 2 വർഷം കൂടെ കോവിഡ് അങ്ങ് നിന്നാ മതിയായിരുന്നു. കാരണം എന്നെ ചാക്ക് കണക്കിനല്ലേ വീട്ടിലോട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമല്ലായിരുന്നോ? സന്തോഷമല്ലായിരുന്നോ? ഇന്ന് കടം മേടിക്കുന്നുണ്ട്, അന്ന് കടം പോലും മേടിക്കേണ്ടി വന്നോ? ഇതാ എന്റെ ദൈവം. ബാലസുമുഖങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും തന്റെ ഭക്തന്. എന്റെ ജീവിതാനുഭവം കൊണ്ട് പറയുക, ഒരു മുട്ടും എന്റെ ദൈവം വരുത്തിയിട്ടില്ല. നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബില്ലി ഗ്രഹാമിനോട് അന്നത്തെ അമേരിക്കൻ സെനറ്റ് പറഞ്ഞു, റിപ്പബ്ലിക്കൻ പാർട്ടിയും എല്ലാ പാർട്ടിയും കൂടെ ചേർന്ന് പറഞ്ഞു, ഞങ്ങൾ സംയുക്തമായിട്ടൊരു കാര്യം തീരുമാനിച്ചു, മത്സരമില്ല. ബില്ലി ഗ്രഹാം എന്ത് ചെയ്യണം? അമേരിക്കൻ പ്രസിഡന്റ് ആകണം, എതിരാളികളില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ കുറഞ്ഞ് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. മക്കളെ, അഭിമാനിക്കണം. കർത്താവിന്റെ വേല ചെയ്യുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം പറയണം. ഒരുപക്ഷെ വീട്ടുകാർക്ക് നിന്നെ കാണുമ്പോൾ ഒരു പുച്ഛവും പരിഹാസവും തോന്നാം. സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് നിന്നെ കാണുമ്പോൾ പുച്ഛവും പരിഹാസവും തോന്നാം. മീശയും പഠിച്ച് ദാടിയും വെളുത്തി വെള്ളയിട്ട് അങ്ങനെ നടക്കുക. പക്ഷെ ഒരു കാര്യം പറയാം, സ്വർഗം നിന്നെ നോക്കി കൈയടിക്കുകയാണ്. ഇതാ ഞാൻ പ്രസാദിക്കുന്ന എന്റെ ദാസൻ, അവൻ എനിക്ക് മാന്യനും വിലയേറിയവനുമായിരിക്കുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെന്റെ അനുജനാണ്, അതെന്റെ ചേട്ടനാണെന്ന് പറയാൻ ഒരുപക്ഷെ ചിലർക്കൊക്കെ നാണക്കേട് തോന്നിയേക്കാം. സ്വർഗം പറയും, അതെന്റെ ദാസനാണ്. ഹല്ലേലൂയ. അതാണ് എന്റെ ദൈവം. ആമേൻ. അതാണ് എന്റെ ദൈവം. അഭിമാനിക്കണം. ഓരോ പരിഹാസ ശരങ്ങളും ശരീരത്തിൽ വന്നു കൊള്ളുമ്പോൾ മുഖം പ്രകാശിക്കണം. സ്തേവാനാസിന്റെ മുഖം പ്രകാശിച്ചതുപോലെ പ്രകാശിക്കണം. പരിഹാസത്തിന്റെ കല്ലുകളും നിന്ന് ഇവിടെ പരിഹാസത്തിന്റെ കൂരമ്പുകളും ശരീരത്തിലോട്ട് വന്നു വീഴുമ്പോ, മനസ്സിലോട്ട് വന്നു വീഴുമ്പോ തളർന്നു പോകരുത്. എന്നെയും നിന്നെയും വിളിച്ച ദൈവം, വിശ്വസ്തനായ ദൈവം, ഒരു നാളും അവൻ നമ്മെ കൈവിടുകയില്ല. ലോകത്താര് നമുക്കെതിരായാലും അവൻ നമുക്ക് അനുകൂലമായിരിക്കും. അതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് എന്റെ ദൈവം, അതാണ് എന്റെ ദൈവം. ആമേൻ. കർത്താവ് പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ മാനിക്കണം. അല്ലാതെ സുവിശേഷം എന്ന് കേൾക്കുമ്പോ, യേശുക്രിസ്തു എന്ന് കേൾക്കുമ്പോ നീ മാളത്തിൽ ഒളിച്ചാലുണ്ടല്ലോ, നിന്നെ കുറിച്ച് തമ്പുരാൻ നാണിക്കും.
എന്റെ വചനത്തെ കുറിച്ച് ലജ്ജിക്കുന്നവന് മതം നോക്കി, പാരമ്പര്യം നോക്കി, സമുദായം നോക്കിയൊക്കെ ലജ്ജിച്ചാലുണ്ടല്ലോ, അവന്റെ വരവിങ്കൽ നിന്നെ നോക്കി കർത്താവ് നാണിക്കും. എടാ, ഇതിനേക്കാളും വലിയ പാരമ്പര്യം യഹൂദന്റെ പാരമ്പര്യം. അവന്റെ മണ്ടക്കടിച്ചിട്ട യേശു സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയത്. നിക്കോദോമസിനോട് പറഞ്ഞു, നീ ഏത് പാരമ്പര്യത്തിൽ പിറന്നവനാകട്ടെ, ഏത് മതത്തിൽ പിറന്നവനാകട്ടെ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ നിക്കോദോമസേ, നീ ദൈവരാജ്യം കാണുകയില്ല. ഒരു മതവും നിന്നെ സ്വർഗത്തിൽ എത്തിക്കത്തില്ല, ഒരു സമുദായവും നിന്നെ സ്വർഗത്തിൽ എത്തിക്കത്തില്ല, ഒരു പാരമ്പര്യവും നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കില്ല. ഏക വഴി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ആമേൻ. ഏത് മതമാ നന്നാക്കി? ഇത് മതത്തിന്റെ പേരിലല്ലേ തമ്മിൽ തല്ല്? ആണോ അല്ലയോ? പറ, ആണോ? അതേന്ന് പറയാൻ ധൈര്യത്തോടെ പറ. മതത്തിന്റെ പേരിലല്ലേ തമ്മിൽ തല്ല്? കിഴക്കോട്ട് നോക്കണോ, തെക്കോട്ട് നോക്കണോ, വടക്കോട്ട് നോക്കണോ? നീ എങ്ങോട്ടേലും നോക്ക്, നീ യേശുവിനെ നോക്ക്. പെന്തക്കോസുകാർ ഇതൊക്കെ കണ്ടേച്ച് പേടിയാ. നീ ആരെയാ പേടിക്കണേ? ഉള്ളതുപോലെ പറ. സത്യം സ്വതന്ത്രം പറഞ്ഞേ. കുറെ കോംപ്രമൈസ് സുവിശേഷകർ ഇറങ്ങിയിട്ടുണ്ട്. ആർക്കും ഇലയ്ക്കും മുള്ളിനും എനിക്ക് അങ്ങനെ പോവാൻ വേണം. നീ പോവും നരകത്തിലോട്ട് സത്യം പറയാതെ പോയാൽ. കർത്താവ് പറഞ്ഞ, സത്യതൽപരായവർ എന്റെ വചനം കേൾക്കുന്നു, ഞാൻ സത്യത്തിന് സാക്ഷിക്കാൻ വന്നതാണ്. കോംപ്രമൈസ് ഒന്നും വേണ്ടത്. ഇവിടെ ഉള്ളതുപോലെ പറയണം. കേരളത്തിൽ ഇനി എന്തിനാ കോംപ്രമൈസ്? ഉള്ളതുപോലെ പറഞ്ഞോണം, കാട്ടിക്കെന്ന് പറഞ്ഞോണം. കാരണം ഇനി ഇതും അടയാൻ പോവാ. പിന്നെ കുഞ്ഞുവാവേട്ടുണ്ട് ലാളിച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കട്ടിയായിട്ടുള്ള അങ്ങോട്ട് കൊടുക്കണം. മാനസാന്തരപ്പെടുന്നവനൊക്കെ മാനസാന്തരപ്പെടട്ടെന്ന്, അല്ലാതെ നരകത്തിൽ പോട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെയൊക്കെ വിളിച്ചത് അതിനു വേണ്ടിയാ. ഞങ്ങൾക്ക് ചിലർ പറയും, നിങ്ങൾ പാസ്റ്ററെ നിങ്ങൾക്കൊക്കെ ഇച്ചിരി തീഷ്ണത കൂടുതല, കാരണം നിങ്ങൾ ഈ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വന്നോണ്ടേ. ഞാൻ ബൈബിളിൽ പറഞ്ഞു നോക്കിയിട്ട് അങ്ങനെ ഒരു പശ്ചാത്തലം ഇല്ല. ഹൈന്ദവ പശ്ചാത്തലം, ഇസ്ലാം പശ്ചാത്തലം, അങ്ങനെയൊന്നും പശ്ചാത്തലം. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത്, അതാ എന്റെ പശ്ചാത്തലം. പിന്നെ ഞങ്ങൾ ഇതൊക്കെ നിൽക്കാൻ കാരണം ഈ 30 കോടി എണ്ണത്തിനെല്ലാം വിട്ട് ഒറ്റ ഒരുവന്റെ പുറകെ നിൽക്കണമെങ്കിൽ അതിനൊരു കൃപ വേണം. ആണോ? അപ്പൊ കോൺഗ്രസ് നിന്ന് ഒരുത്തൻ NCP-ലോട്ട് വരുമോ? നിങ്ങളുടെ ഇരിപ്പട്ട നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയാത്ത പോലെ. ആരാ പറ? ചുമ്മാ അടവല്ലേ ഇതൊക്കെ. എടാ, കോൺഗ്രസ് നിന്ന് ഒരുത്തൻ കോൺഗ്രസ് എസിലോട്ട് ചാടുവോ? രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ കൂടെ പോവല്ല. മനസ്സിലാവുന്നുണ്ട്? അവിടെ നിന്ന് ചിലപ്പോ ഇങ്ങോട്ട് മാറും. അപ്പൊ ഈ ഭൂരിപക്ഷം ഉള്ളിടത്ത് നിന്ന് ചാടി ന്യൂനപക്ഷത്തിലോട്ട് എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. ഞങ്ങളൊക്കെ 30 കോടി എണ്ണത്തിനെ വിട്ടേച്ച് ഒറ്റ ഒരുവന്റെ പുറകെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒറ്റ ഒരുവന്റെ പുറകെ നിൽക്കണമെങ്കിൽ അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആമേൻ. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. യോഹന്നാൻ പറഞ്ഞു, ഞങ്ങൾ കൈകൊണ്ട് തൊട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, അവൻ ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. ഇതൊരു ഊഹാപോഹമല്ല കേട്ടോ, ഇതൊരു ഊഹാപോഹമല്ല, ഇതൊരു തോന്നലല്ല, ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം. എനിക്ക് നാളെ 2 മെസ്സേജ് പറയാനുള്ളതാണ്, എന്നാലും കുഴപ്പമില്ല. ഒന്ന് ബസ് സ്റ്റാൻഡ് വെച്ചിട്ട് സീനിയർ ആയിട്ടുള്ള IPC-യിൽ ഒരു പാസ്റ്ററിനെ കണ്ടിട്ട് പറഞ്ഞു, പാസ്റ്ററെ ആരോഗ്യമൊക്കെ ഒന്ന് സൂക്ഷിക്കണം, കാരണം സൗണ്ട് ഒച്ച എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നമെന്ന് പറയും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ച് അപ്പന്റെ കാര്യം പയ്യെ പറയാൻ പറ്റുമോ? എന്റെ അപ്പന്റെ പേരെന്നെ, എന്റെ അപ്പന്റെ പേര് അയ്യപ്പൻ നായർ എന്ന് പറയാൻ പറ്റുമോ? എടാ, അപ്പനെ പറയുമ്പോ ആ യോഗ്യതയ്ക്ക് അനുസരിച്ച് പറയണം. പരിജ്ഞാനത്തോടെ ഉള്ളിടത്ത് ശബ്ദം ഉയർത്താൻ പറ്റുന്നിടത്ത് ശബ്ദം ഉയർത്തി പറയണം. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ആരാധിക്കുന്നത്, അദ്ദേഹത്തോട് ചോദിച്ചു കൃപയാൽ. ഞാൻ എന്റെ യുവക്കളോട് പറയും, മാതൃന്ന് ആരാധിക്കാൻ പറ്റാത്ത എല്ലാം വീട്ടിൽ നിന്നോണം. എനിക്കിവിടെ ആളെ കൂട്ടി കൊണ്ടുപോകാൻ ഞാൻ KSRTC-യിലെ ഡ്രൈവറോ കണ്ടക്ടറോ ഒന്നുമല്ല. എനിക്കിപ്പോൾ ആരും ഇൻസെന്റീവ് തരാനും പോകുന്നില്ല. ഉള്ള നേരം അമ്മ ആരാധിച്ചോണം. കാരണം നാളെ ആകട്ടെ, അടുത്ത ഞായറാഴ്ച, ഇന്ന് രാത്രി നീ ജീവിച്ചിരിക്കുമെന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇനി ഈ കൈ അടിച്ചില്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച കൈ പൊക്കാൻ പറ്റൂ. തമ്പുരാൻ പൊക്കാലല്ലേ പൊക്കാൻ പറ്റൂ. തമ്പുരാൻ ശബ്ദം തന്നാലല്ലേ അത് ഉയർത്താൻ പറ്റൂ. ഒരു ഞരമ്പ് പൊട്ടിയാ തീർന്നു പരിപാടി. പിന്നെ നിന്റെ അഹങ്കാരം. ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് അറിയാമോ? നീ ആരാ? എല്ലാം കൂടെ ചുരുണ്ടുകൂടി കിടക്കണുണ്ടല്ലേ മെഡിക്കൽ കോളേജ്. ഒന്നിലും അഹങ്കരിക്കരുത്, ഒന്നിലും പ്രശംസിക്കരുത്. പ്രശംസ ക്രിസ്തുവിലായിരിക്കണം. ആമേൻ. ഞങ്ങളൊക്കെ ഈ തിരുവോരത്ത് നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഒരു ലജ്ജയുമില്ല. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് പിന്നല്ല
എന്റെ യേശുവിന് ലജ്ജയില്ലായിരുന്നു. ഗ്രാമം തോറും പട്ടണം തോറും ഒക്കെ നടന്ന് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് എന്റെ യേശു 3.5 കൊല്ലം പ്രസംഗിച്ചത് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ മാറ്റി പ്രസംഗിക്കാറില്ല. രാഷ്ട്രീയക്കാരെ പോലെ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല. 1947 അതും തോന്നുന്നു. ഞങ്ങൾ തോന്നലല്ല പറയുന്നേ, ഉള്ളതാ പറയുന്നേ. ഞങ്ങള് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച് നിർത്തിയെടുത്ത് ഞങ്ങളുടെ യേശു തുടർന്നു. യേശു പ്രസംഗിച്ച് നിർത്തിയെടുത്ത് അപ്പോസ്തലന്മാർ തുടർന്നു. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച് നിർത്തിയത് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ തടയാൻ ഉലകത്തിലൊരു ശക്തിക്ക് കഴിയത്തില്ല. ഒരു സൈന്യം പാളയമിറങ്ങി വന്നാലും സുവിശേഷം എന്നുവരെ ഇവിടെ നിൽക്കണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നുവോ അന്ന് വരെ നിലനിൽക്കും. ഒരു ശക്തിക്കും അതിനെ തകർക്കാൻ കഴിയില്ല. ഒരു പ്രസ്ഥാനങ്ങൾക്കും അതിനെ തകർക്കാൻ കഴിയില്ല. ഒരു മതത്തിനും അതിനെ തകർക്കാൻ കഴിയില്ല. ഇത് വെള്ളത്തിലുണ്ടായതല്ല, ഇത് തീയിൽ കുരുത്തതായത്. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന തീയിൽ ഉദ്ഘാടനം ചെയ്ത ഇതിനെ തകർക്കാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയില്ല. നീ ആരെയാ വരട്ടുന്നേ? സ്തോത്രം. ഞങ്ങളുടെ ചങ്കത്ത് ഞങ്ങളുടെ കൊക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം ഞങ്ങളിത് പ്രസംഗിക്കും. അങ്ങനെയൊന്നും ഞങ്ങളെ വരട്ടാൻ വരണ്ട. കഴിഞ്ഞ ചില 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇച്ചിരി ഉപദ്രവമൊക്കെ ഞങ്ങൾക്ക് നേരിട്ടു. നോ പ്രോബ്ലം, ഞങ്ങൾ ഇനിയും പ്രസംഗിക്കും. കൊതി തീർന്നിട്ടില്ല അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുക. സ്തോത്രം. ഞാൻ ഇതിലോട്ടൊന്നും വന്നിട്ടില്ല. അതാ കർത്താവ്. പത്രോസിനെ ഗെന്നസരേ തടാകത്തുനിന്ന് പൊക്കി കയ്യെ പിടിച്ചേച്ച് ദൂരേച്ച് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇനി ഞാൻ നിന്നെ മനുഷ്യരെ ഇപ്പൊ കണ്ടുവന്നൊരു തോന്നിക്കാണും. മനുഷ്യരെ പിടിക്കാൻ കൊണ്ടുപോകുന്ന സാധനം ഈ പത്രോസിനെയും കൊണ്ടാണോ പോണേ? ഈ മുക്കുവനെയും കൊണ്ടാണോ പോണേ? ഇപ്പൊ വല്ല അക്ഷരാഭ്യാസം ഉണ്ടോ? ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായി വിളിച്ചു പറഞ്ഞു, എന്റെ കൂടെ വരാൻ പറഞ്ഞു. ഈ 12 പേരെ കണ്ടപ്പോ അന്നത്തെ പ്രമാണികൾക്ക് അത്ര പിടിച്ചില്ല. ഇന്നത്തെ പ്രമാണികൾക്ക് നമ്മളെ കാണുമ്പോൾ പിടിക്കുകയല്ലോ. എടാ, നീ പിടിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ തമ്പുരാൻ നിന്നെ വിളിച്ചത്. തമ്പുരാൻ ബോധിച്ചവരെ തെരഞ്ഞെടുത്തെന്നല്ലേ? അവന് ബോധിച്ചു, പിന്നെ നിനക്ക് ബോധിച്ചില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യാനാണ്? ഞങ്ങളെ ചിലർക്കൊക്കെ ബോധിക്കുകയല്ല. ഞങ്ങൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിലർക്ക് നമ്മൾ വലിയ സുറിയാനി ക്രിസ്ത്യാനി ഒന്നും അല്ലല്ലോ. നമുക്ക് പറയാൻ വലിയ പാരമ്പര്യമൊന്നുമില്ല. നിനക്ക് ബോധിച്ചില്ലെങ്കിൽ തമ്പുരാന് ബോധിച്ചെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾ പകലോ മറ്റു കുരിശും പൂട്ടിലൊന്നുമല്ല. ഞങ്ങൾ ക്രൂശും പൂട്ടില്ല. അവിടെ വെച്ചാൽ ഞങ്ങൾ രക്ഷ കണ്ടത്, രക്ഷകനെ കണ്ടത്. അതാ ഞങ്ങളുടെ പാരമ്പര്യം. ഞങ്ങളതിൽ അഭിമാനിക്കും. അതുകൊണ്ട് കോംപ്രമൈസ് ഒന്നും പറയാൻ പോകരുത്. ഉള്ളതുപോലെ പറയണം. ഹല്ലേലൂയ. ഈ 12 പേരെ കണ്ടപ്പോ ഞാൻ എന്റെ സഭയെ പണിയും. പത്രോസേ, നീ പാറയാകും, നീ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. കേട്ടുവന്നവർ ചോദിക്കും, ഇവന്റെ പേര് നിങ്ങൾക്കറിയാവോ? ആ 12 എണ്ണത്തിന് കേവലം ദുർബലന്മാരെന്ന് വിധി എഴുതിയ, വിലയിരുത്തിയ 12 എണ്ണത്തെ കൊണ്ടാണ് ഇന്ന് ഓർത്തോണം ഭൂചക്രവാള ശീമകളെല്ലാം അതിരുകൾ ഭേദിച്ചിട്ട് എരുമേലിയിലും ഈ പ്രദേശത്തും ഈ ആലപ്രയിലും ഒരുവൻ ക്രിസ്തുവിന് വേണ്ടി ഉണ്ടെങ്കിൽ ഓർത്തോ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത്. ഇതിന്റെ ലാക്കും കാരണഭൂതനും സാക്ഷാൽ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇത് കൂടത്തേ ഉള്ളൂ, ഇത് കുറയത്തില്ല. ആമേൻ. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയൊക്കെ മരിച്ചപ്പോ പലരും വിളിച്ചു പറഞ്ഞു, എന്താ ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേര് ഉള്ളത് താഴോട്ട് പോവുക. ഇപ്പൊ അവസാനം വന്ന് 1000 പേരും കാണുകയില്ല. എടാ, അതല്ല ഇതല്ല. കാരണം ഇതിന്റെ ഉപജ്ഞാതാവും ഇതിന്റെ കാരണഭൂതനും മഹാദൈവമാണ്. പത്രോസ് യഹൂദന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, പുരോഹിതന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇത് ദൈവികമാണെങ്കിൽ നിലനിൽക്കും, മാനുഷികമാണെങ്കിൽ നശിച്ചു പോകും. നീ ആരൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാലും ഇന്ന് വരെ ഇതിന്റെ രൂപത്തിൽ തൊടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓർത്തോ, ഇത് കർത്താവ് പണിയുന്ന സഭയാണ്. എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ സഭ ഇന്നും കർത്താവ് പണിതുകൊണ്ടിരിക്കുന്നു. ആമേൻ. നിന്റെ വീട്ടിലോട്ട് വരാൻ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ്. കാരാഗര പ്രമാണി വീട്ടിൽ പോയിട്ടല്ലല്ലോ പത്രോസും പൗലോസും ശീലാസും സുവിശേഷം പറഞ്ഞതാണോ?
കാരാഗര പ്രമാണിയുടെ വീട്ടിൽ ചെന്ന് കയറ്റു അകത്തോട്ട്. ഗേറ്റിൽ പൂട്ടി വെച്ച് പട്ടി കൊണ്ട് സൂക്ഷിക്കാന്ന് ബോർഡ് വെച്ചേക്ക. പിന്നെ എങ്ങനെ പോകും? പക്ഷെ പൗലോസ് ശീലാസ് കാരാഗ്രഹത്തിൽ കിടന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ പുള്ളി പ്രമാണി വന്നേച്ചു പറയാ, താക്കോല് തപ്പിയിട്ട് കാണുന്നില്ല, സംഭവം എല്ലാം തുറന്നും കിടപ്പുണ്ട്, രക്ഷ പ്രാപിപ്പാൻ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ചിലതിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കി, ചിലതിന്റെ കെട്ടുകളെ പൊട്ടിച്ച്, ചിലതിന് സ്വസ്ഥത പോലും കൊടുക്കാതെ ഈ ദേശത്ത് നിന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നത്, ഈ ദിവസങ്ങളിൽ, ഈ 2024 ഈ ആലയത്തിനകത്ത് ചില ജീവിതങ്ങളെ പുറത്തു കൊണ്ടുവരാൻ, വെളിച്ചം ചോദിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ചിലതിനെ കൊണ്ടുവരാൻ എന്റെ ദൈവം വിശ്വസ്തന. ഈ 2024 സ്നാനങ്ങൾ നടക്കട്ടെ. ദൈവവചനത്തിന് എന്തില്ല? ബന്ധനമില്ല. ദൈവവചനത്തിന് അതാ ഈ കയ്യിലിരിക്കുന്നേ. മനസ്സിലാകുന്നുണ്ട്? ഇതിനെയൊന്നും ബന്ധിക്കാൻ ആർക്കും കഴിയില്ല. പൗലോസ് പറഞ്ഞു, അഗബാസ് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കൂ. അത് പേടിച്ച് പൗലോസ് വീട്ടിയിരുന്നില്ല. പൗലോസ് പറഞ്ഞു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോലും സാക്ഷ്യം പറയുന്നതല്ല, ഞാനൊന്നും അറിയുന്നില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. ആമേൻ. ഇതങ്ങ് പ്രസംഗിക്കണം. ഹല്ലേലൂയ. ആത്മഹത്യ ചെയ്യാൻ എല്ലാം റെഡിയാക്കി. എന്റെ കൊച്ചിന്റെ ബുക്കിൽ നിന്നൊരു പേപ്പർ എടുത്ത് വിറയാർന്ന കൈകളോടെ ഞാൻ ആത്മഹത്യക്കുറിപ്പ് എഴുതുകയാണ്. ഞങ്ങൾ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യുന്നു, ഞങ്ങളുടെ മരണത്തിൽ മറ്റാർക്കും ഉത്തരവാദിത്വമില്ല എന്നെഴുതി റെഡിയാക്കി വെച്ചു. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോയത്? ഇന്നത്തെ പത്രത്തിലെടുത്ത് നോക്ക്, ഇന്നത്തെ മനോരമ പത്രത്തിൽ 2 കുഞ്ഞുങ്ങളെയും കൊന്നിച്ച് ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ഓമനത്വമുള്ള 2 മക്കള്. ആ പത്രവാർത്തയിൽ ഒരു പ്രത്യേക വാർത്ത ഞാൻ ശ്രദ്ധിച്ചു, അവർക്ക് സാമ്പത്തിക ബാധ്യതകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എല്ലാ ആത്മഹത്യകളും സാമ്പത്തിക ബാധ്യതകൾ കൊണ്ടല്ല, തിരിച്ചറിഞ്ഞോണം. പലതിനും പല കാരണങ്ങളുണ്ട്. പിടിവിട്ടു പോകുമ്പോ, മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുമ്പോ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ, ആരും ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ചെയ്തു പോകുന്നതാ. എല്ലാം നഷ്ടപ്പെട്ട ഞങ്ങളും അങ്ങനെ തീരുമാനിച്ചു ജീവിതം അവസാനിപ്പിച്ചേക്കാം. റെഡിയാക്കി എൻ്റെ വൈഫ് കഞ്ഞിവെള്ളമായിട്ട് വന്നു. അപ്പോഴേക്കും ഞാൻ ഫ്യൂരിഡാൻ വിഷം എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞു, ദേ ബ്ലേഡുണ്ട്, വിഷവുമുണ്ട്, ഇതെവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ മുഖത്തേക്ക് ദയനീയമായിട്ട് എൻ്റെ വൈഫ് നോക്കി. കാരണം ആ വിഷം 2-3 ദിവസമായിട്ട് എൻ്റെ വീട്ടിൽ ഇരിക്കുക. 4 ഗ്ലാസ് കൊണ്ടുവന്ന് 4 ഗ്ലാസ്സിലോട്ട് കഞ്ഞിവെള്ളം സമാസമം ഒഴിച്ചു. ഞാൻ ആദ്യം ഇതിന്റെ ബോട്ടിൽ പൊട്ടിച്ച് 4ലേക്കും വിഷമൊഴിച്ചു. ഞാനിങ്ങനെ കൈകൊണ്ട് ഡൈലൂട്ട് ചെയ്യുക, കടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, അപ്പോഴേ കുഞ്ഞുങ്ങൾ എന്നാ ചെയ്യുന്നേ? അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഇവിടെ വന്ന് പാടിയത് എൻ്റെ മൂത്ത മോളാണ്. എൻ്റെ മോൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ദേവദാസൻ അറിയാം, കൂട്ടുകാരെ പോലേക്കാണ്. എത്ര പാതിരാത്രിയിൽ ഓടി വന്ന് എൻ്റെ അടുത്ത് കിടന്നിട്ടേ എൻ്റെ മക്കൾ മാറിക്കിടക്കുള്ളൂ. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ പറഞ്ഞു, എടി ഞാനും നീയും മാത്രം മരിച്ചിട്ട് നമ്മുടെ മക്കൾ ജീവിച്ചിരുന്നാൽ നിന്റെ വീട്ടുകാരോ എൻ്റെ വീട്ടുകാരോ കുറച്ച് നാള് നമ്മുടെ മക്കളെ നോക്കും. പിന്നീട് അവരൊരു ശല്യമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും അനാഥാലയത്തിൽ ചിലപ്പോൾ കൊണ്ടുവന്ന് ആക്കും. അത് വേണ്ട. അനാഥരായിട്ട് നമ്മുടെ മക്കൾ വളരണ്ട. നമുക്ക് അവരെയും കൂടെ കൊല്ലാം. എൻ്റെ ഭാര്യ പറഞ്ഞു, അവർക്ക് വിഷം കൊടുക്കുകയാണെങ്കിൽ എന്നെ വിളിക്കരുത്, എനിക്കത് കാണാൻ കഴിയില്ല. ശരിയാണ്, ഒരു പെറ്റമ്മയ്ക്കും അത് കാണാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, നീ വരണ്ട, ഞാൻ കൊടുത്തോളാം. അങ്ങനെ ആദ്യത്തെ ഗ്ലാസ് എടുത്ത് ഞാനിങ്ങനെ വിറക്കി. എൻ്റെ കൈ പൊട്ടിക്കരയണമെന്നുണ്ട്, പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കും, അതുകൊണ്ട് ഞാൻ കരഞ്ഞില്ല. ആദ്യം വിളിച്ചത് ഇപ്പുറത്തെ വശത്ത് കിടന്ന എൻ്റെ മോളയാ. മോനെ എഴുന്നേക്ക്, അച്ഛൻ ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞ് വിശന്ന് കിടക്കുന്ന കുഞ്ഞാണ്. ജ്യൂസ് എന്ന് കേട്ടപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. എനിക്കറിയാം അത് ജ്യൂസ് അല്ല എന്നുള്ളത്. അവളെ കൊല്ലാൻ ക്രൂരമായ വിഷമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എനിക്കതറിയാം. പക്ഷെ ഞാൻ ജ്യൂസ് എന്നാ പറഞ്ഞത്. ഇങ്ങ് തന്നേര് ചാന്ന് പറഞ്ഞിട്ട്, ദൈവമക്കളെ, അവളിത് വാങ്ങാനായിട്ട് പോകുമ്പോൾ
ആ സ്പോട്ടിൽ, ആ നിമിഷത്തിൽ അടച്ചിട്ടിരുന്ന എൻ്റെ വീടിന്റെ വാതിൽക്കൽ ശക്തമായിട്ട് കൈകൊണ്ടാരം മുട്ടുക. കോളിംഗ് ബെല്ലില്ല, കൈകൊണ്ട് മുട്ടുക. ഞാൻ പേടിച്ചു പോയി. കാരണം 4 മാസമായി വീടിന്റെ വാടക കൊടുത്തിട്ട്. തൊട്ട് താഴെയാണ് രാജശേഖരൻ നായർ എന്ന് പറയുന്നത് എൻ്റെ ഉടമസ്ഥൻ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, പേടിച്ചു. കാരണം എനിക്കറിയാം അദ്ദേഹം തന്നെയാ വാടക വാങ്ങാൻ. കാരണം രാത്രി ഞാൻ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വരും. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. അത് രാജൻ ചേട്ടനാ, പൈസ ഇല്ലല്ലോ, 10 പൈസ കൊടുക്കാനില്ല, ഇനി എക്സ്ക്യൂസ് പറഞ്ഞു മടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, പൈസ ഇല്ലല്ലോ, ഒരു കാര്യം ചെയ്യും, ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അതങ്ങ് മാറ്റി. കൊച്ചുകിടന്ന് വിളിക്കുക, അച്ഛാ എനിക്ക് ഞാൻ തരാം. ബഹളം ഉണ്ടാക്കുക, രാജൻ ചേട്ടൻ പോട്ടെ. ഞാൻ അടുക്കളക്കകത്ത് കയറി ഒളിച്ചു. എൻ്റെ വൈഫ് പെട്ടെന്ന് കരഞ്ഞ കണ്ണൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇതെല്ലാം ഒന്ന് ആരും കാണാതെ മാറ്റി വെച്ചിട്ട് വാതിൽ പയ്യെ തുറന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പ്രതീക്ഷിച്ച ആളല്ല, ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത, അന്നുവരെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത 2 ചെറുപ്പക്കാർ ആ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ നിൽക്കുന്നു. ഒരാളുടെ കയ്യിൽ കറുത്ത ബൈൻഡിട്ടുള്ളൊരു പുസ്തകം ഇരിപ്പുണ്ട്, മറ്റൊരാളുടെ തോളിൽ തുണി കൊണ്ടുള്ള ഒരു സഞ്ചിയുണ്ട്. അതിലൊരു സഹോദരൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, സിസ്റ്റർ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നതാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് അവരവിടെ വരേണ്ട കാര്യമില്ല. അപ്പോ എൻ്റെ വൈഫ് പറഞ്ഞു, എന്നെ നോക്കിയപ്പോ ഞാൻ അകത്താ, കയറി ഇരിക്കാൻ പറഞ്ഞു. വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കല്ലേ, കയറി ഇരിക്കാൻ പറഞ്ഞു. ഇവർ വന്നിരുന്നു. ഇവരാണെന്ന് കണ്ടപ്പോ ഞാൻ പയ്യെ പുറത്തോട്ട് വന്നു. എനിക്ക് ഇവരെ കണ്ടപ്പോ വല്ലാത്ത ദേഷ്യം തോന്നി. കാരണം ജീവിതം മടുത്തിട്ട് ഞങ്ങൾ മരിക്കാൻ പോയതാ. മരിക്കാൻ പോലും ഞങ്ങളെ സമ്മതിക്കാതെ ഈ സമയത്ത് ഇവരെന്തിനും ഇവിടെ കയറി വന്നു? ഇവരാരാ? ഞാൻ വല്ലാത്തൊരു ദേഷ്യത്തോടെ നിൽക്കുമ്പോ അതിലൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് സിജു എന്നാണ്, അതിലൊരു സഹോദരൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, ബ്രദറെ പേരെന്നെ? ഈ ബ്രദറെ എന്നൊക്കെ വിളിക്കുന്ന ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുക. ബ്രദറെ പേരെന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് വിജയകുമാർ. എന്തെടുക്കുന്നു? ഞാൻ പറഞ്ഞു, ഒന്നും എടുക്കുന്നില്ല. ദേഷ്യത്തോടെ, ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ദൈവം സാക്ഷി, സഹോദരൻ എന്നും ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹവും സാക്ഷി. അദ്ദേഹം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഒരുപാട് ദൈവങ്ങളെ വിശ്വസിച്ചിട്ടുള്ള ആളാ, ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ അങ്ങോട്ടൊത്തിരി പരാതികളും പരിഭവങ്ങളും കഥനകഥകളും ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു മറുപടിയും എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടാത്തതിന്റെ കാരണം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും, ചെവിയുണ്ടെങ്കിലും, വായുണ്ടെങ്കിലും, കൈകാലുകളുണ്ടെങ്കിലും അനങ്ങുന്നില്ല. പക്ഷെ വേദപുസ്തകത്തിലേക്ക് ഞാൻ കണ്ണുകൾ ഓടിക്കുമ്പോൾ, അതിനുവേണ്ടി ഹൃദയം തുറക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് ഞാൻ ആരാധിക്കുന്ന ദൈവം കണ്ണു തുറന്ന് കാണുന്ന, ചെവി തുറന്ന് കേൾക്കുന്ന, വായ് തുറന്ന് സംസാരിക്കുന്ന ബർത്തിമായോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുന്ന, ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ ആരും അവൻ കൂടെ വന്നില്ലെങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് എന്നോട് ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന ഒരു ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കാൻ എനിക്ക് ലഭിച്ചതോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളല്ല, മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവം, മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെ ലഭിച്ചതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലരും പലതിനെയും ചുമന്നുകൊണ്ട് നടക്കുമ്പോ എന്നെ ചുമക്കാൻ ഒരു ദൈവത്തെ കിട്ടിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവർ പറഞ്ഞു, എന്റെ മുഖത്തൊക്കെ അവർ പറയുകയാണ്, താങ്കൾ വല്ലാതെ തകർന്ന് ആത്മഹത്യയുടെ ഒരു വക്കിലിരിക്കുമല്ലേ? അത് കേട്ടപ്പോ സത്യത്തിൽ ഞാൻ വീണു പോകുന്നൊരവസ്ഥ. കാരണം ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്, ഞങ്ങൾ ആ സന്ധ്യാസമയം ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ഞാനും എന്റെ ഭാര്യയും മാത്രമല്ലാതെ മൂന്നാമതൊരാൾ അറിഞ്ഞിട്ടില്ല. എന്റെ മക്കൾ അറിഞ്ഞിട്ടില്ല, എന്റെ അയൽക്കാർ അറിഞ്ഞിട്ടില്ല, എന്റെ സ്നേഹിതർ അറിഞ്ഞിട്ടില്ല, എന്റെ ബന്ധുക്കൾ അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഞാനും എന്റെ ഭാര്യയും മാത്രം അന്ന് രാത്രി തയ്യാറെടുത്ത ഈ രഹസ്യം ഇവർക്കെങ്ങനെ മനസ്സിലായി? ആരാണിവർ? ഇന്നും ആ ചോദ്യം അന്തരീക്ഷത്തിൽ പല ഹൃദയങ്ങൾക്കകത്തൊന്നും മുഴങ്ങുന്നുണ്ട്. യേശുവിനെ നോക്കിയിട്ട് ആരാണിവൻ? ശിഷ്യന്മാർ ചോദിച്ചു, കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നു, ഇവനാർ? ആമേൻ. ഇവനാർ? പ്രൈസ് ദി ലോർഡ്.
വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിസ്സംഗതയോടെ കേട്ടു. പക്ഷെ എനിക്ക് ബൈബിൾ വെളിപ്പെടുത്തി തന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. എന്നിട്ട് അല്പസമയം യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം ഞങ്ങളോട് പറഞ്ഞു. എൻ്റെ ആയുസ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ സുവിശേഷം കേൾക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്നത്. കാരണം ഒരു കാലത്ത് ഇതിനെല്ലാം ഞാൻ എതിരായിരുന്നു, കളിയാക്കിയിട്ടുണ്ടായിരുന്നു, പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, സമയം ഇങ്ങനെ പോകുന്നുണ്ട്, ഞാൻ നിർത്താം. അത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് എൻ്റെ വൈഫിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവർ ചോദിച്ചു, സിസ്റ്റർ ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. എൻ്റെ നിപ്പ് കണ്ടിട്ട് അത്ര പന്തികടല്ല എന്ന് അവർക്ക് തോന്നി. പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. വൈഫ് പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഒരു 2-3 മിനിറ്റ് പോലും എടുക്കാതെ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അവർ പോകാൻ നേരത്ത് പറഞ്ഞു, തൊട്ട് താഴത്തെ വീട്ടിൽ 3 ദിവസത്തെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇന്ന് 2ാമത്തെ ദിവസം. ഞങ്ങൾ പുറത്തുനിന്ന്, ഒരാൾ നിലമ്പൂർ മൂവാറ്റുപുഴയ്ക്കാണ്, ഞങ്ങൾ അവിടുന്ന് വന്നവരാ. അവിടുത്തെ ചേച്ചി പോകാൻ നേരത്ത് ഞങ്ങൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആ വഴിയല്ലേ പോകുന്നേ, ആ സാലിയുടെ വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാവോ, ദേ നാളെ ഈ ചേട്ടനെയും കൂട്ടിക്കൊണ്ടു വാ, നിങ്ങളുടെ പ്രശ്നത്തിനെല്ലാം കർത്താവ് പരിഹാരം വരുത്തും. അങ്ങനെ പോയി. ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുക്കാൻ പോലും ഞങ്ങൾക്കില്ലായിരുന്നു. ഒന്നും കുടിക്കാതെ ഒന്നും പറയാതെ അവരിറങ്ങിപ്പോയി. പോയി കഴിഞ്ഞപ്പോ സത്യത്തിൽ എൻ്റെ വീടിന്റെ അന്തരീക്ഷം വരെ മാറി. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ഞാൻ വചനം പഠിക്കാൻ നേരത്ത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായവും 12-ാം അധ്യായവും ഒരുപോലെ പഠിക്കുമ്പോൾ 11-ാം അധ്യായത്തിലെ അതേ വീട് തന്നെയാണ് 12-ാം അധ്യായത്തിലെ വീട്. പക്ഷെ 11-ാം അധ്യായത്തിലെ സാഹചര്യമല്ല 12-ാം അധ്യായത്തിൽ. 11-ാം അധ്യായത്തിൽ കൂട്ടക്കരച്ചിലുകളും നിലവിളികളും ഉയർന്ന വീടാണെങ്കിൽ, സ്വന്തം സഹോദരൻ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള വേദനയിൽ ഭാരപ്പെടുന്ന സഹോദരിമാരുടെ കരച്ചിൽ ഉയർന്ന വീടാണെങ്കിൽ, 12-ാം അധ്യായത്തിലെ വീട് അത് തന്നെയാണ്. പക്ഷേ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നു. അതിന്റെ ആരംഭം തന്നെ എങ്ങനെയാണ്? യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാന്യയിൽ യേശു, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, പെസഹായ്ക്ക് 4 ദിവസം മുമ്പേ വന്നു. ആ വീടിന്റെ അന്തരീക്ഷം മാറി. കരച്ചിൽ ഉയർന്ന വീട്ടിൽ നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം ഉയർന്നതുപോലെ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നു. മാർത്തയും മറിയയും സന്തോഷത്തോടെ യേശുവിനെ ശുശ്രൂഷിച്ചു. ഉയർത്തെഴുന്നേറ്റ ലാസറിനെ കാണാൻ ഒരുപാട് പേര് വന്നു. ഹല്ലേലൂയ. എന്റെ വീടിന്റെ സാഹചര്യവും അതുപോലെ ഒറ്റ നിമിഷം കൊണ്ട് മാറിയ ഒരു അനുഭവം എനിക്കുണ്ടായി. വല്ലാത്ത ദുഃഖം തളം കെട്ടി നിന്നൊരു സാഹചര്യം. കാരണം മരിക്കാൻ പോവാ. അതൊന്ന് മനസ്സിലാക്കി നോക്കൂ നിങ്ങൾ. ജീവിതം അവസാനിപ്പിക്കുവാൻ പോവാ. മരിക്കാൻ കൊതിയുണ്ടായിട്ട് മരിക്കാൻ പോയതല്ലെന്ന് അല്ല, സാഹചര്യങ്ങൾ കൊണ്ട് തീരുമാനമെടുത്തതാ. മരിച്ചേക്കാം. പ്രൈസ് ദി ലോർഡ്. ജീവിക്കാനല്ലേ കൊതിയുള്ളൂ, അല്ലേ? 98 വയസ്സുള്ള അപ്പച്ചന്റെയും പ്രാർത്ഥന വിഷയം എന്നാ? ദീർഘാരോഗ്യം ആയുസിനു വേണ്ടി മക്കൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, അല്ലയോ? ആർക്കാ ഇവിടെ മരിക്കാൻ പിടിവിടുമ്പോ എന്ത് ചെയ്യും? അതാണ് ഞങ്ങളും അങ്ങനെ ചെയ്തേ. ഹല്ലേലൂയ. ഞാൻ നോക്കി നിൽക്കുമ്പോ എന്റെ വൈഫ് ഓടി വന്നിട്ട് അവളീ കലക്കി വെച്ച വിഷം എടുത്ത് ജനലിലൂടെ എറിഞ്ഞു. ആത്മഹത്യക്കുറിപ്പൊക്കെ ചുരുട്ടിക്കൂട്ടി ദൂരേക്ക്. ഞാൻ ചോദിച്ചു, അപ്പൊ നമുക്ക് മരിക്കണ്ടേ, നീ എന്നായി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞൊരു കാര്യം ചെയ്യും, അവര് പ്രാർത്ഥനയ്ക്ക് നമ്മളെ വിളിച്ചില്ലേ, നമുക്കൊന്ന് പോയാലോ? മുങ്ങിച്ചാകാൻ പോകുമ്പോ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ കയറി പിടിക്കല്ലേ? എന്തോ എന്റെ ഭാര്യ പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കൂ. എന്തോ പോയാൽ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുവാന്ന്. അന്നൊരു തോന്നലായിരുന്നെങ്കിൽ ഇന്നത് യാഥാർത്ഥ്യമാണ്. സ്തോത്രം പറയാമോ? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇതൊരു ഊഹാപോഹവും തോന്നലും ഒന്നുമല്ല. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ചെവിയിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അത് ഒരു മണിക്കൂറത്തെ നേരം കൊണ്ട് ശരിയാവും. എനിക്കിത് പറയുമ്പോൾ ഇച്ചിരി ഒച്ചയൊക്കെ വരും. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്കൊരു നാണവും ഇല്ല, സത്യം പറയാം. ഈ ഒരു കാര്യത്തിൽ ഒരു നാണവും എനിക്കില്ല. ആമേൻ. ശ്രദ്ധിക്കണേ, പോരാട്ടമൊക്കെ ഉണ്ടാവും, നോ പ്രോബ്ലം. അങ്ങനെ എന്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് നാളെ ആ പ്രാർത്ഥനയ്ക്കൊന്ന് പോയാലോ?
ഞാൻ എടുത്തപടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ എന്നെ ക്രിസ്ത്യാനിയാക്കാനൊന്നും നോക്കണ്ട, എൻ്റെ പിള്ളേരെയും കൊണ്ടുപോകണ്ട, നീ പോണേ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭാര്യ മാത്രം പോയി, പിള്ളേരെ ഞാൻ വിട്ടില്ല. ശ്രദ്ധിക്കണേ, നമ്മളും സുവിശേഷം പറയാൻ ചെല്ലുമ്പോ ഇങ്ങനെയല്ല അവസ്ഥ അല്ലേ, അറ്റമേറ്റ് നിൽക്കുന്ന അവസ്ഥയാ. എന്നാൽ യേശുവിനെ എന്ത് ചെയ്യത്തില്ല, ബാക്കി എന്ത് തട്ടിപ്പും ജനം വിശ്വസിക്കും. ഈ മോൺസം മാവുങ്കൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ലോകത്ത് ആരെങ്കിലും അറിഞ്ഞോ? എരുമേലിക്കാരറിഞ്ഞോ? പക്ഷെ മോൺസം മാവുങ്കലിന്റെ പേര് മനോരമ പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ, ചുവന്ന അക്ഷരത്തിൽ വന്നില്ലേ? കാരണം എന്നാ? തട്ടിപ്പ് നടത്തിയോണ്ടല്ലേ. ആരൊക്കെയാ തട്ടിപ്പിൽ വീണതല്ലേ? ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ സുവിശേഷം എന്ന് പറയുന്ന യാഥാർത്ഥ്യം, സുവിശേഷം എന്ന് പറയുന്ന സത്യം, യേശു ക്രിസ്തു എന്ന് പറയുന്ന ഏക സത്യമായവനെ പരിചയപ്പെടുത്തുമ്പോ ക്രിസ്ത്യാനികളെന്ന് പേര് പറയുന്നവന് പോലും യേശുവിൽ വിശ്വാസമില്ല. ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ പോയി ചങ്കത്തുനിന്ന് കൈവച്ച് ഞാൻ പറയും, നിങ്ങൾക്ക് വേണ്ടാത്ത ക്രിസ്തുവിനെയാ ഞങ്ങൾ പ്രസംഗിക്കുന്നേ, ഷമീർ പ്രസംഗിക്കുന്നേ, നസീർ പ്രസംഗിക്കുന്നേ, നിങ്ങൾ തള്ളിക്കളഞ്ഞ ക്രിസ്തുവിനെയാ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ യേശു പറഞ്ഞു, ആമേ സ്തോത്രം, നിന്നെ തള്ളിക്കളഞ്ഞവർ കാണുമല്ലേ, പക്ഷേ ഹല്ലേലൂയ, ഒരു ജനത്തെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഞങ്ങൾക്ക് വേണം ക്രിസ്തുവിനെ. എന്നെ തല്ലു തല്ലിയാലും അവസാന ശ്വാസം വരെ ഞങ്ങൾ അവനെ പ്രസംഗിക്കും. അല്ല, മണിമാളികം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനൊന്നുമല്ല നിന്നെ വിളിച്ചത്, നീ പോയി പറ സകല സൃഷ്ടികളോടും. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നേ, സകല സൃഷ്ടികളോട് സുവിശേഷം പറയണം. വിശ്വസിക്കുന്നവർ കാണും, വിശ്വസിക്കാത്തവർ കാണും. യെഹെസ്കേലിനോട് പറഞ്ഞു, നീ പോയി പറയ. അവർ വിശ്വസിക്കാനും കൊള്ളാം, വിശ്വസിച്ചില്ലേലും കൊള്ളാം, നീ പറഞ്ഞിരിക്കണം. പെന്തക്കോസ്ത് ഉപദേശിമാരോടും പറയും, സുവിശേഷം പറയാത്ത ഒരിടപാടിനും വേറെ പോകരുത്. ചക്ര കസേര ഇരുന്നിട്ട് ചാരി ഇരുന്നിട്ടൊന്നും കാര്യമില്ല, അടിച്ചിറക്കും തമ്പുരാ എല്ലാത്തിനെയും. സുവിശേഷം പറഞ്ഞ നിനക്കൊക്കെ നാണക്കേടാണോ? ഒരുപാട് ആയപ്പോ, ഒരുപാട് കിട്ടിയപ്പോ ഇപ്പൊ പരസ്യമെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഔട്ട് ഓഫ് ഫാഷൻ ആണോ? ഇത് ഒരെണ്ണം അറിയാതെ പോയാൽ അവന്റെ രക്തത്തിന്റെ പങ്ക് നിന്നോട് ചോദിക്കും. കോട്ടും സൂട്ടും ഒക്കെ ഇരിക്കും, നടന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറഞ്ഞോണം, ഇല്ലെങ്കിൽ കോട്ടും വലിച്ചു കീറും, സൂട്ടും വലിച്ചു കീറും കർത്താവ്. മറ്റേ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ പിടിച്ച് പുറത്താക്കിയില്ലേ? ഇവിടെ വസ്ത്രം എടുത്തോണ്ട് കിടന്നു. ഞാൻ അങ്ങനെയൊക്കെ പറയുന്ന ആളാ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മേലെ പറഞ്ഞിരിക്കുന്ന അപേക്ഷക അതാ. ഇനിയിപ്പോ നിങ്ങൾ എന്നാ കരണ്ടുരുട്ടി എന്ന് പറഞ്ഞാൽ ഇതേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. അങ്ങനെ മനസ്സില്ല മനസ്സോടെ കൊല്ലുവാൻ കൊണ്ടാവുന്ന കുഞ്ഞാടിനെ പോലെ മൂന്നാമത്തെ ദിവസം എന്റെ ഭാര്യ നിർബന്ധിച്ച് എന്നെ വലിച്ചുകൊണ്ടങ്ങ് പോവാണ്. ആടിനെ ഇല കാണിച്ചു കൊണ്ടുപോകും പോലെ, വാ നമുക്കൊന്ന് പോവാം, വാ, ചുമ്മാ ഇരിക്കുമല്ലോ, ഒരു പണിയില്ലല്ലോ, നമുക്കൊന്ന് പോയി പ്രാർത്ഥിക്കാം. എങ്ങനെ പോവാ? ഞാനെങ്ങനെ തപ്പിത്തപ്പിയ പുറകോട്ട് പോകും, പിന്നെയും മുമ്പോട്ട് പോകും, പുറകോട്ട് പോകും, പിന്നെയും മുമ്പോട്ട് പോകും. ഇടയ്ക്ക് ഭാര്യ നോക്കും, വരുന്നില്ലേ? വരാം. അങ്ങനെ പോയിരുന്നു. ഒന്നും മനസ്സിലായില്ല. കാരണം നമ്മൾ പരിചയിച്ചു വരുന്ന വിധമൊക്കെ വേറെയാ. നമ്മളിങ്ങനെ നിൽക്കും, എന്തെങ്കിലുമൊക്കെ പറയും, പാട്ടൊന്നും പാടാൻ പറഞ്ഞാൽ ചില പാട്ട് പിടിച്ചെന്ന് പറയും. അതുകൊണ്ടൊന്നും ചെയ്യാതെ പോകാൻ നേരത്ത് ട്രാഫിക് ലൈറ്റ് പോലെ 3 കുറി പച്ച മഞ്ഞ ചുവപ്പ് അതെല്ലാം ഇട്ട് നമ്മുടെ ധാരണ എല്ലാം പുള്ളി കേട്ടു, സ്വീകരിച്ചു, നാളെ മുതൽ ഇങ്ങോട്ട് ഇറക്കി തരുമെന്നുള്ളതാ. പക്ഷെ നേരത്തെ പറഞ്ഞത് കണ്ണുണ്ട്, ചെവിയുണ്ട്, വായുണ്ട്. എല്ലാം അനന്തും സ്വോത്രം പറഞ്ഞേ, സ്വോത്രം പറ മോനെ. ഈ ദൈവത്തേക്കൊന്ന് അറിയാൻ കഴിഞ്ഞ് ഓർക്കുന്നു. സ്വോത്രം പറ. ഇതാ മോനെ അഭിമാനം. ആരും അടിച്ച് പുറത്താക്കിയാലും നോ പ്രോബ്ലം. ഒരുത്തനെ പള്ളി പ്രശ്നമാക്കിയില്ലേ? അവനെ പള്ളി പ്രശ്നമാക്കാൻ കാര്യം എന്നാ? പറ. കൺവെൻഷന് പൈസ കൊടുക്കാത്തോണ്ടാണോ? പള്ളി പണിയാൻ പൈസ കൊടുക്കാത്തോണ്ടാണോ അവനെ പള്ളി പ്രശ്നമാക്കിയത്? പിറവിയിലെ കുരുടനെ പറയുന്നേ. അതുകൊണ്ട് ചിലർ ഇന്നും പള്ളിക്കകത്ത് നിൽക്കുന്നതിന്റെ കാരണം സ്നാനപ്പെട്ടിട്ടും ചിലതൊക്കെ അവിടെ തന്നെ നിൽക്കുക. ഇസ്രായേലിൽ നിൽക്കും പോലെ പുറത്തു വരാതെ. എന്നാ നിനക്ക് പരസ്യമായിട്ട് ക്രിസ്തുവിനെ പറയാൻ നാണമാണെങ്കിൽ നിന്നെ കുറിച്ച് എന്റെ യേശു നാണിക്കും. നീ പുറത്തിറങ്ങി. അവൻ പറഞ്ഞതുപോലെ അവൻ ചോദിച്ചു, നീ ദൈവപുത്രൻ വിശ്വസിക്കുന്നുവോ? അപ്പൊ കുരുടൻ പറഞ്ഞു, കുരുടനല്ല, കണ്ണിന് കാഴ്ച കിട്ടി. അവൻ പറഞ്ഞു, ആരാ? അത് ഞാനാ. അപ്പാ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അല്ല, സ്നാനപ്പെട്ടിട്ട് അവിടെ ഇവിടെ നിന്നേച്ച് ഈ പരിപാടി നടക്കില്ല. അങ്ങനെയുള്ള ഇടപാടില്ല. ചിലത് ഇവിടെ കൂടാൻ മടിച്ചിട്ട് കൊട്ടാരക്കര പോയി കൂടുന്ന ടൈമുകളുണ്ട്. നീ എന്നാത്തിനാ ധ്യാനപ്പെട്ടത്? അത്ര നാണക്കേടാണെങ്കിലും. ഞാനിപ്പോഴും ആശാരി ഉപദേശിക്ക് ഈ ഷിമ്യോൻ ആയുസ് നീട്ടിക്കൊടുത്തതുപോലെ പുള്ളിക്കൊരു 400 വർഷം നീട്ടിക്കൊടുത്തിരുന്നേ. ഇന്ന് ഒരെണ്ണം ആണെങ്കിലായിരുന്നു. അങ്ങേര് മാത്രമേ ഇവിടെ ജീവിച്ചിരിക്കുള്ളൂ. ഇത് വാളാണ്, ഇരുവാഴ്ചയിലുള്ള മൂർച്ചയുള്ള വാൾ. എങ്ങനെ ഉപയോഗിക്കുന്നേ? ചൊറിയാനാണോ? മുറിവ് ഉണ്ടാവൂല്ലേ? മുറിവ്. എനിക്ക് മുറിവുണ്ടായി. ഞാൻ പറയും, ചില മീന് ഈ വലയിട്ടാ കേറത്തില്ല, ഇല്ലേ?
വലയിട്ട എന്ത് ചെയ്യത്തില്ല, വലയില് അത് വെട്ടിച്ചോണ്ടങ്ങ് പോകും. അപ്പൊ എന്ത് ചെയ്യണം, അടുത്ത് കൊണ്ടുവന്ന് ചൂണ്ടയിടും. ചൂണ്ടലിടുമ്പോൾ ഒരു പ്രത്യേകത എന്നാന്നറിയാവോ, ഒറ്റ പിടുത്തം പിടിക്കും, പക്ഷെ ചെകള കീറും. ഞാനൊക്കെ ചെകള കീറി വന്നതാ. ആമേൻ. ഇച്ചിരി വേദനയൊക്കെ ഉണ്ടാവും, ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പൊ ആ മുറിവൊക്കെ തമ്പുരാൻ ഉണക്കി. ഇന്നിത് പറയണോ ദൈവത്തിന്റെ നിയോഗം? ആമേൻ. ഹല്ലേലൂയ. സന്തോഷമാണോ? ആമേൻ. ഞാൻ പോയിരുന്നു, ഒന്നും മനസ്സിലായില്ല. ഞാൻ എൻ്റെ ഭാര്യയുടെ വൈകുന്നേരം വീട്ടിൽ വന്ന് വെച്ചു, അതെന്നാടി ഈ ബഹളം ഉണ്ടാക്കുന്നത്, അതിന് ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ എൻ്റെ ഭാര്യ ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ ഈ മാലപ്പടക്ക പൊട്ടിക്ക് പോലെയാണല്ലോ നിങ്ങൾ അവിടെ വെടിവെച്ച് ഉണ്ടാക്കുന്ന വയലിൽ അമുട്ടൊക്കെ, അതിന് അവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. പ്രൈസലോ. ഇപ്പൊ ഞാൻ ഒച്ച ഉണ്ടാക്കുമ്പോ എൻ്റെ ഭാര്യ ഇടയ്ക്കൊക്കെ ഭയങ്കര സൗണ്ടായി പോയുള്ളൂ. സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്നും മനസ്സിലായില്ല. പിന്നെ ഇരുന്ന് സ്വത്രമൊക്കെ പറഞ്ഞു. തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അവരുടെ ഒരു കൂട്ടായ്മ തുടങ്ങി. ഞായറാഴ്ച വൈകിട്ടാണ് ആരാധന. അങ്ങനെ പോയി. ആദ്യം ഒന്നും പിടികിട്ടിയില്ല, ബാക്കിലിരുന്നു. അവസാനത്തെ എന്താണെന്നറിയാൻ വേണ്ടി ഏറ്റവും മുൻവശത്ത് പോയിരുന്നു. ശക്തമായൊരു ദിവസം, ശക്തമായൊരു ആരാധനയുടെ നടുവിൽ ഞാൻ ഇരുന്ന കസരിയിൽ നിന്ന് താഴെ സിമന്റ് തറയിൽ ഇരുന്നിട്ട് രണ്ട് കൈയും ഉയർത്തി യേശുവേ എന്നൊരു വിളി വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവേ നാമൻ. ഒരു വിളി എന്റെ നാവിൽ നിന്ന് ആദ്യമായിട്ട് ഉയർന്നു. അങ്ങനെ രക്ഷിക്കണമേ. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, യേശുവിനോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, പ്രാർത്ഥന പുസ്തകം അവിടെ ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ എന്റെ അധരങ്ങൾ തുറന്ന്, ഹൃദയം തുറന്ന് ആമേൻ എന്റെ യേശുവേ എന്നൊരു വിളി വിളിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞു. എറണാകുളത്തുനിന്ന് ഒരു ദൈവദാസൻ ഓടി വന്നിട്ട് എന്റെ തലയിൽ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പോകാൻ നേരത്ത് ഒരു ഗിഡിയൻസിന്റെ ബൈബിൾ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പുതിയ നിയമം ബൈബിൾ തന്നിട്ട് പറഞ്ഞു, വീട്ടിൽ പോയി ഇത് വായിക്കണം. വീട്ടിൽ ചെന്ന് കഞ്ഞി കുടിക്കാനൊന്നുമില്ല. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇത് ചുമ്മാ തുറന്നു നോക്കി. ആദ്യമായിട്ടാണ് ബൈബിള് തുറക്കുന്നേ. എൻ്റെ ഭാര്യ ഈ പറഞ്ഞ പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് എൻ്റെ ഭാര്യ മൂലക്കുടം പള്ളി, നാഗപ്പുഴ പള്ളിയിലൊക്കെ എന്നെ കൊണ്ടുപോകായിരുന്നു. അവിടെ ഒരു കൽക്കുരിശുണ്ട്. ഇപ്പോഴും മൂലക്കുടം, തൊടുപുഴ മൂലക്കുടം നല്ല വരുമാനമുള്ള ഒരു പള്ളിയാണ്. ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക, നല്ല വരുമാനം. അപ്പോൾ ആ പള്ളിയിൽ ഒരു കൽക്കുരിശുണ്ട്. എന്നോട് പറഞ്ഞു, ഇവിടെ കുനിഞ്ഞു നിന്ന് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ നടുവൊടിഞ്ഞതല്ലാതെ. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയതാണ്. അതുകൊണ്ട് ഇതുമായിട്ടൊരു ബന്ധമില്ല. തുറന്നു നോക്കിയപ്പോൾ കണ്ടത് മത്തായി സുവിശേഷം 6:33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ കിട്ടും. പ്രിയപ്പെട്ടവരെ, എന്താണ് രാജ്യം, എന്താണ് നീതി? ഞങ്ങൾക്ക് അന്നത് അറിയത്തില്ലായിരുന്നു. കൃപയാൽ ഈ രാത്രിയിലും ഈ സെക്കൻഡിലും ആ രാജ്യത്തിന്റെയും ആ നീതിയുടെയും വക്താക്കളായി മാറാൻ, അത് അനുഭവിക്കുന്നവരായി തീരാൻ, അതിന് യോഗ്യതയുള്ളവരാക്കി തീർക്കാൻ എന്റെ കർത്താവിന് കൃപ തോന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞ് പെട്ടെന്ന് നിർത്തട്ടെ. ദൈവന്റെ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തി. എന്റെ കുഞ്ഞ് അന്നുവരെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോ എന്റെ കർത്താവ് പൂർണ്ണമായിട്ടും എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കി. ഇന്ന് വരെ ദൈവത്തിന്റെ കൃപയാൽ ഒരു ആന്റിബയോട്ടിക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ തമ്പുരാൻ അനുവദിച്ചില്ല. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? യേശു ഇന്നും സൗഖ്യമാക്കുന്ന ദൈവമാണ്. ആശുപത്രികൾ മാറിക്കയറി ഡോക്ടർമാരെ മാറിക്കണ്ട് ഇന്ന് രാത്രിയിലും ഈ പരിസരത്തുള്ള ആരെങ്കിലും രോഗത്താലും മാരക രോഗങ്ങളാലും പ്രശ്നങ്ങളാലും ഇന്നലെ ബ്ലഡ് ചെയ്തിട്ടും കിട്ടിയ റിസൾട്ട് അവൻ ഹല്ലേലൂയ ഭയപ്പെടുത്തുന്ന റിസൾട്ട് ആണെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവന്റെ പേര് യഹോവ റാഫയാണ്. നിനക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? മനസ്സുണ്ടോ? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ എഴുതി തള്ളി എത്രയോ എണ്ണം ഇന്നും ജീവനോടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കണം ഈ യേശുവിനെ. സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് സൗഖ്യം കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ വന്ന് മനോഹരമായ എന്റെ കൊച്ചു പാടിയത്. എന്റെ കൊച്ചു പാടുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞ ഞാൻ അവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ടല്ല അവളുടെ പാട്ട് കേൾക്കുന്നത്, ദേവദാസിന് അറിയാം. പക്ഷെ അവൾ വേദിയിൽ നിന്ന് പാടുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവൻ നന്നായിട്ട് ഡ്രംസ് അടിക്കുന്നവന്. എന്റെ കുഞ്ഞുങ്ങളൊക്കെ വേദി നിൽക്കുമ്പോൾ എന്റെ കണ്ണറിയാതെ നിറയും. കാരണം എന്നറിയാം, ഒരു MBBS ഡോക്ടർ ആയതുകൊണ്ടല്ല, ഏതെങ്കിലും ഒരു രീതിയിലെങ്കിലും കർത്താവിനെ അവർ പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ. ആമേൻ.
ഹല്ലേലൂയ. ഞങ്ങൾക്ക് അതല്ലാതെ വേറെ ഒന്നുമില്ല ദൈവമക്കളെ. അതാ ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം. യേശുവിനെ അറിഞ്ഞതാണ്. ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവേ ക്ഷമിക്കും. മാത്രമല്ല, ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ 10ാമത്തെ വയസ്സിൽ അവൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് എൻ്റെ കുഞ്ഞിനെ തൊടുപുഴ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ സ്നാനക്കുളത്തിൽ ഇറക്കി ഈ കൈകൊണ്ട് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച ഈ കൈകൊണ്ട്, വിഷക്കുപ്പിയെടുത്ത ഈ കൈകൊണ്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്റെ കുഞ്ഞിനെ സ്നാനപ്പെടുത്തി ദൈവത്തിന് സമർപ്പിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്നാനക്കുളത്തിൽ അവസാനത്തെ ഒരു ശുശ്രൂഷയുണ്ട്, ഒരു പ്രാർത്ഥന. സ്നാപകൻ സ്നാനാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മരണപര്യന്തം വിശ്വാസയായിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞുപോയി പാസ്റ്ററെ. കാരണം എന്താണെന്നറിയാമോ? എന്റെ കുഞ്ഞും ഞാൻ കരയുന്നത് കണ്ടിട്ട് കരഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? ഈ യേശുക്രിസ്തുവിനെ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഈ സുവിശേഷത്തിൽ ഞങ്ങൾ വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ, ഏക സത്യ ദൈവം യേശുവല്ലാതെ വേറെ ആരുമില്ലെന്നുള്ള സത്യം ഞങ്ങൾ അംഗീകരിച്ചില്ലായിരുന്നെങ്കിൽ, ഈ സുവിശേഷം ഞങ്ങൾ അനുസരിച്ചില്ലായിരുന്നെങ്കിൽ, ഞങ്ങൾ നാലും കൂടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ശവക്കുഴിക്കകത്ത് ഒടുങ്ങി തീരേണ്ട സ്ഥാനത്ത് ഞങ്ങളെ ഈ സ്നാനക്കുളത്തിനകത്ത് ഇറക്കി നിർത്തിയ മഹാദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയോർത്ത് വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ തലമുറകള് ഇന്ന് രാത്രി നീ പറഞ്ഞിട്ട് കേൾക്കാത്ത സാഹചര്യമാകാം. മാതാവേ, പിതാവ് നിന്നെ അനുസരിക്കാതെ പോകുന്നതാകാം. എനിക്ക് പ്രായപൂർത്തിയുണ്ട്, എന്നെ പഠിപ്പിക്കാൻ വരണമെന്ന് പറഞ്ഞ് നിന്നോട് അമ്മ കയർക്കുന്ന പിള്ളേരാണെങ്കിൽ ഇന്ന് രാത്രി നീ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ തലമുറ രക്ഷപ്പെടത്തില്ല. നിനക്ക് പാരമ്പര്യം ഉണ്ടായാലും നിന്റെ തലമുറ രക്ഷപ്പെടത്തില്ല. കാഞ്ഞിരപ്പള്ളിയിലെ എരിവേലിയിലെ ഏത് കൊടിമൂത്ത സ്വത്രം ആരായാലും നീ രക്ഷപ്പെടത്തില്ല. ഒരേ ഒരു വഴി, നീ യേശുവിൽ വിശ്വസിക്കണം, നീ കർത്താവിൽ വിശ്വസിക്കണം. നീ 10 കോടി പൈസ നിന്റെ പിള്ളേർക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ഇട്ടാലും ഞാനൊരു കാര്യം പറയാം, 10 ദിവസം കൊണ്ട് അവൻ അടിച്ചു തീർക്കും. പക്ഷേ ഈ വചനം നിനക്ക് കൊടുക്കാൻ കഴിയുമോ? ഈ യേശുവിനൊന്ന് കൊടുക്കാൻ കഴിയുമോ? ഈ വിശ്വാസത്തിലേക്കൊന്ന് വരാൻ കഴിയുമോ? ഈ മതവും പാരമ്പര്യം ഇടപാടൊക്കെ വിട്ടിട്ട് യേശുവിൽ വിശ്വസിക്കുക. രക്ഷ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. ആമേൻ. എന്താ ഇത്രയും കാലമായിട്ട് മനസ്സിലാകാത്തത്? എന്താ മനസ്സിലാകാത്തത്? വേറെ എല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ ഇവിടെ. ബാക്കിയല്ല നിങ്ങൾക്കറിയാമല്ലോ. എന്താ ഇത് മനസ്സിലാകാത്തത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ യേശു ക്രൂശിൽ മരിച്ചത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവന്റെ പുറം മുഴുവൻ ചാൽ പോലെ കിറുപിടിക്കപ്പെട്ടത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവന്റെ മുഖത്ത് തുപ്പലേറ്റു വാങ്ങിയത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ ഇങ്ങനെ നിസ്സഹായനായിക്കിടന്നു? നിങ്ങൾക്ക് വേണ്ടിയല്ലേ? എന്താ നിങ്ങൾക്കത് വിശ്വാസം വരാത്തത്? നിങ്ങൾ ഏത് മനുഷ്യന്റെ കൽപ്പന അനുസരിക്കുന്നത്? നിങ്ങൾ ആ യേശുവിന്റെ പേര് പറഞ്ഞല്ലേ നാണക്കേടുണ്ടാക്കുന്നത് നാട്ടിൽ. 7 മണിക്കുള്ള 8 മണിക്കുള്ള ചാനൽ ചർച്ചയിൽ വിനോവി ജോണും കൂട്ടരും ചോദിക്കുന്നത് കേട്ടില്ലേ? നിങ്ങൾക്ക് നാണമില്ലേ? ഇതാണോ നിങ്ങളുടെ ക്രിസ്തു പഠിപ്പിച്ച പാഠമെന്ന്? എന്താ മറുപടി പറയാത്തത്? എന്താ ഇതിൽ വിശ്വസിക്കാത്തതിന്റെ കാരണം? ഇതിനൊക്കെ കണക്ക് പറഞ്ഞ് ദൈവം ചോദിക്കും. എനിക്ക് സമയമില്ല. യേശു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ 8:44. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണം. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഉറപ്പാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാഞ്ഞാൽ, യേശു ക്രിസ്തുവാണ് എന്റെ പാപത്തിന് പരിഹാരമായി എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി യേശു മരിച്ചു. എനിക്ക് നിത്യജീവൻ തരാൻ വേണ്ടി യേശു മരിച്ചു. എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. യേശുവിന്റെ മരണം ഒരു പ്രതിപകരണ മരണമായിരുന്നു, ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു എന്നത് വിശ്വസിക്കാതെ ഏതെങ്കിലും നൂലാമാലകളിലും അനാചാരങ്ങളിലും മതത്തിന്റെ കെട്ടുപാടുകളിലും കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ദൈവത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നരകത്തിന് യോഗ്യരാണ് അവർ. അവിശ്വാസികൾ, ഭീരുക്കൾ, ബിംബാരാധികൾ, ഭോഷ്ക് പറയുന്നവർ ഏവരുടെയും ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യും അത്രേ. യെസ്, ഇന്ന് രാത്രി യേശു വിശ്വസിക്കണം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? ഈ ലോകം ഒരു മനുഷ്യനും നേടാൻ കഴിയില്ല. എലോൺ മസ്ക് വിചാരിച്ചാലും ലോകം മുഴുവൻ വാങ്ങാൻ കഴിയില്ല. ഒരു രാജ്യം ചിലപ്പോൾ വാങ്ങാൻ കഴിഞ്ഞെന്ന് വരാം. ഒരു രാജ്യം വാങ്ങാൻ കഴിയും. ഇന്ത്യ ചിലപ്പോൾ വിലക്ക് വാങ്ങാം, പാകിസ്ഥാൻ വിലക്ക് വാങ്ങാൻ കഴിയും. പക്ഷേ ലോകം മുഴുവൻ വിലക്ക് വാങ്ങാൻ കഴിയില്ല. എം.എ. യൂസഫിൽ വിചാരിച്ചാലും കേരളം മുഴുവൻ വിലക്ക് വാങ്ങാൻ കഴിയില്ല. അവരുടെ ആസ്തികളൊക്കെ പലപ്പോഴും ഹോബ്സ് മാസിക പരസ്യപ്പെടുത്താറുണ്ട്. അത്രയുള്ളൂ അവരുടെ ആസ്തികൾ. ആസ്തി തീരുന്നത് വരെയുള്ളൂ. ആസ്തി തീർന്നാൽ ആസ്തിയാവും. പിടികിട്ടുന്നുണ്ടോ? പക്ഷെ ഒരാത്മാവിന്റെ വില. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ ദാസൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ സുവിശേഷ യോഗം വയ്ക്കാൻ കാരണം
അമേരിക്കയിൽ നിന്ന് കാശ് വന്നത് കൊണ്ടല്ല, കടം മേടിച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുമ്പോ വലിയ പന്തലില്ല, സിസ്റ്റമില്ല, ആരവാരങ്ങളില്ല, ജയ് വിളിക്കാൻ ആരും ഞങ്ങളുടെ മുമ്പിലില്ല. പക്ഷെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് പറയണം, ഇത് അറിയിച്ചിരിക്കണം. സകല സൃഷ്ടികളും ഇത് അറിഞ്ഞിരിക്കണം. നാളെ ഇത് ഞാൻ കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് ഒരെണ്ണം പറയരുത്. ഞങ്ങളുടെ നാട്ടിലൊരു പാട്ടുണ്ട്, അന്തിമയങ്ങിയ വെളിച്ചത്തിൽ ചെന്തീർ പോലെ, കേട്ടിട്ട് ഇവിടെ ഉണ്ടോ? ആ മൈക്ക് വെച്ച് പാടുക ചിലര്. സമയം തെല്ലും തന്നില്ല, ദൂതം പ്രാർത്ഥന. 98ാമത്തെ വയസ്സിലാ മരിച്ചത്. മരിക്കുന്നതിന്റെ അന്നും കൊച്ചുമക്കളും അതിന്റെ മക്കളും ഒക്കെ കൊടുത്ത പിസയും ബർഗറും. ആ പിസ എങ്ങനെയുണ്ട് നോക്കട്ടെ മോനെ, പല്ലൊന്നുമില്ല എങ്കിലും ചവച്ചരച്ചോ അങ്ങോട്ട് തിന്നു, എല്ലാം തിന്ന് നല്ല ആരോഗ്യത്തോടെ മരിച്ചേച്ച് മയക്ക് വെട്ടി വെച്ച് പാടുക, സമയം തെല്ലും തന്നില്ലെന്ന്. ദൂതം പ്രാർത്ഥന. ഞാൻ നിർത്തു, അടുത്തൊരു മീറ്റിംഗ് വെക്കണം കേട്ടോ. ബാക്കി ഞാൻ അന്ന് പറയാം. സമയം തെല്ലും തന്നില്ല. നോക്കി എന്റെ പൊന്ന് കർത്താവെ, മയക്ക് കെട്ടിച്ച് പാടുക. കർത്താവ് സമയം കൊടുത്തില്ല, സമയം തന്നില്ലേ? 20 വയസ്സ് സമയമല്ലേ? 20 വർഷം തന്നില്ലേ? 30 വർഷം സമയമല്ലേ? 40 വർഷം അല്ലേ? 50 വർഷം സമയമല്ലേ? 60 വർഷം. എന്തിനാ അടിച്ച് പൊളിച്ച് സൂഹിച്ച് മതിച്ച്? എന്റെ വിഷയം അതായിരുന്നു. ധനവാന് ലാസറായിരുന്നു എന്റെ വിഷയം. സുഖിക്കുന്നവരുണ്ട്, സഹിക്കുന്നവരുണ്ടായിരുന്നു. എന്ന് വെച്ച് പറയാ സമയം തെല്ലും, അത് മൈക്ക് കെട്ടി വെച്ച് പാടുക. തന്നില്ല. നിങ്ങൾക്ക് പേടിയുണ്ട്? ഒന്ന് സ്വോത്രം പറഞ്ഞേ. സമയം തെല്ലും തന്നില്ല, ദൂതം പ്രാർത്ഥന. എന്തായാലും അവിടെ ചെല്ലൂല്ലേ ഭാഷ? നമ്മളെല്ലാവരും എന്ത് ചെയ്യും? നമ്മളെല്ലാവരോട് ചെന്നിട്ടാണ് ചെമ്മരിയാടും കോലാടും ഒക്കെ തരംതിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ആരാച്ചൻ ഇങ്ങോട്ട് വിളിക്കും. ആരാച്ചൻ നേടാ, കർത്താവ് വിളിക്കും. നിനക്ക് എത്ര വയസ്സായപ്പോഴാ ഞാൻ നിന്നെ വിളിച്ചേ? 98. നിനക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നോ? ബിനോയ് പാഷ് അവിടെ വന്ന് സുവിശേഷം നിന്നോട് പറയാൻ വന്നപ്പം ഇങ്ങോട്ട് വരണ്ടെന്ന് നീ പറഞ്ഞു വിട്ടോ. ആ പുള്ളി ഒരു ട്രാക്ട് തന്നില്ലേ, യേശു ആര്? നീ ചുരുട്ടിക്കൂട്ടി ദൂരെ എറിഞ്ഞു. നീ പട്ടി അഴിച്ചു വിട്ടു. എടാ, ഞാനിതെല്ലാം സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുക. കാരണം AI ക്യാമറയ്ക്ക് 2 കിലോമീറ്ററേ പരിധിയുള്ളൂ. മുറുക്കാങ്കടലിരിക്കുന്ന CCTV ക്യാമറയ്ക്കും 1.5 കിലോമീറ്ററേ പരിധിയുള്ളൂ. പക്ഷെ ഒരു പരിധിയില്ലാതെ 24 hours ഒരു ക്യാമറ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവന്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ? ആലപ്രദേശത്തുണ്ടോ? യഹോവ നോക്കുകയാണ്. പിടികിട്ടിയോ? എന്നിച്ച് നീ പാടി സമയം ഞാൻ തന്നില്ലെന്നല്ലേ? ഞാൻ സമയം തന്നില്ലെന്ന് 98 വയസ്സ് തന്ന് മക്കളുടെ മക്കളെയും കണ്ട് റബ്ബർ തോട്ടം മേടിച്ച് അതും മേടിച്ച് തിന്ന് മുടിച്ച് ക്രിസ്മസിന് 4 വെഗും അടിച്ച് ഞാൻ ജനിച്ചതിന്റെ പേരിൽ കുടിച്ചു മൂത്ത് ഞാൻ സമയം തന്നില്ലെന്ന് ഒരൊറ്റ കിടുക്കിടുക്കേറ്റ് എങ്ങോട്ട് തള്ളിയിടും? തീപ്പൊയ്കയിൽ എന്ന് തള്ളിയിടുന്ന എന്റെ കാര്യം എന്നാ? പോകാൻ മനസ്സില്ല, തള്ളിയിടും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ അതത്ര കൊടിമൂത്ത ആളായാലും നിന്നെ തീപ്പൊയിലേക്ക് തള്ളിയിടും. കാരണം നിന്റെ ശരീരത്തിൽ, നിന്നിൽ വിലപ്പെട്ട ഒരാത്മാവുണ്ട്. പിടികിട്ടിയോ? യേശു പറഞ്ഞു, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ജീവൻ ഉണ്ടെങ്കിലല്ലേ ആഹാരം ഉണ്ടായിട്ട് കാര്യമുള്ളൂ, ഇല്ലേ? അതിൽ ചത്ത് കഴിയുമ്പോഴല്ലേ അച്ചാച്ചൻ ഇന്നലെ മേടിച്ചോണ്ട് വെച്ച ബിരിയാണിയാ അവിടെ ഇരിക്കും, ആള് പോയി. അച്ചാച്ചൻ മേടിച്ചു വെച്ച പുതിയ ഉടുപ്പ് ഇട്ടില്ല കേട്ടോ. കാരണം എന്നാ? എടാ, നിന്റെ ശരീരം ഉണ്ടെങ്കിലല്ലേ ഉടുപ്പുണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇതിനേക്കാൾ വലുതേതാ? നിന്റെ ആത്മാവാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 1/2 കിലോ അരിക്ക് വേണ്ടി തൊടുപുഴ പട്ടണത്തിൽ ഭിക്ഷയച്ചു നടന്ന ഞാൻ, ഈ ദൈവദാസൻ സാക്ഷി, 100-ലധികം പേരുന്ന തൊടുപുഴ പട്ടണത്തിൽ ബസ് സ്റ്റാൻഡിൽ ആരാധന കൂടുന്നുണ്ട്. അവർ ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചിട്ട് പോകുമ്പോ എൻ്റെ വൈഫും മക്കളും സാക്ഷി, ഏറ്റവും അവസാനമൊക്കെ ഞങ്ങൾ കഴിക്കുന്നേ, അറിയാതെ കണ്ണീർ കുടുകുടാ വീണിട്ടുണ്ട്. കാരണം എന്നാണെന്നറിയാമോ? ഈ യേശുവിനെ അറിഞ്ഞതുകൊണ്ട്. ഞാൻ ഇന്ന് വരുമ്പോഴും നാളത്തേക്കുള്ള അരി മേടിച്ചു വെച്ചേച്ചാ വന്നത്. ആമേൻ. ഇതാ എൻ്റെ ദൈവം, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഈ ദേശത്തോടൊന്നുകൂടെ ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് വിലപ്പെട്ടൊരാത്മാവുണ്ട്. ഇന്ന് രാത്രി മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെയായിരിക്കും? 2 വഴി.
ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. നരകത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. അടുത്ത ക്രിസ്മസിന് മേടിച്ചടിച്ചോളൂ. ഒന്നും ചെയ്യണ്ട. ഈ പോക്ക് അങ്ങ് പോയാ മതി. എങ്ങോട്ട് പൊക്കോളൂ. ഓൾറെഡി ഇതുപോലെ അങ്ങ് ജീവിച്ചാൽ മതി. കള്ളം പറഞ്ഞും കൊള്ളലാഭം എടുത്തും തട്ടിച്ചും വെട്ടിച്ചും അങ്ങനെ അങ്ങ് പോയാ മതി. ഓൾറെഡി നരകത്തിലോട്ട് പൊക്കോളും. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരേ ഒരു വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറുകയില്ല. ഏക വഴി ക്രിസ്തുവിൽ വിശ്വസിക്കണം. വിലപ്പെട്ട ഒരു ആത്മാവ് നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി ക്രിസ്തുവിൽ വിശ്വസിക്കണം. കണ്ണുകളെ അടച്ചാട്ടെ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. ഇന്ന് വരെയും ഈ സമയം വരെയും ഈ സുവിശേഷം പല ആവർത്തി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ യേശുവിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ യേശുവാണ് ഏക സത്യ ദൈവമെന്നും ഈ യേശുവാണ് എന്റെ പാപത്തിന്റെ പരിഹാരമായി ഇന്നേക്ക് 2023 പരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ തിരുവെഴുത്തുകൾ പ്രകാരം എനിക്ക് വേണ്ടി മരിച്ചത് എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനൊരു പാപിയാണ്. ചില ദുശീലങ്ങൾ എനിക്കുണ്ട്, ദുസ്വഭാവങ്ങളുണ്ട്. ഭാര്യ അറിയാത്ത, ഭർത്താവ് അറിയാത്ത, മക്കൾ അറിയാത്ത, തോളത്ത് കൈയിട്ട് നടക്കുന്ന കൂട്ടുകാരൻ പോലും അറിയാത്ത ചില രഹസ്യ പാപങ്ങൾ പേറി ഞാൻ ജീവിക്കുന്നു. അല്ലല്ല, എല്ലാം തകർന്ന് തരിപ്പണമായി ഞാൻ ആത്മഹത്യക്ക് തയ്യാറെടുത്തിരിക്കുകയാണ്. താങ്കളുടെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ഞാനിതാ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു. ആരെങ്കിലും ഭവനത്തിനകത്തോ പുറത്തോ എവിടെയെങ്കിലും ആകട്ടെ, ഈ യേശുവിനെ ഇതുവരെയും രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണാവസരം. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്നൊന്നുള്ള ദിവസമുള്ളിടത്തോളം കാലം നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാതെ യേശുവിനൊന്ന് സമർപ്പിക്കാൻ കഴിയുമോ? യേശുവിന് വേണ്ടി ഒന്ന് ജീവിക്കാൻ കഴിയുമോ? സഹോദര, മരണം ഏത് സമയത്തും നമ്മളെ തേടി വരാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുകയാണ്. ആ ശക്തിയിൽ നിന്ന് പിന്മാറിപ്പോകാൻ നമുക്ക് കഴിയില്ല, കുതറി ഓടാൻ കഴിയില്ല. ഒരു ദിവസം മരണം നമ്മെ തേടി വരും. അതിനു മുമ്പ് ഈ ആയുസ്സും ആരോഗ്യം തരുമ്പോൾ ഈ 2024 നീട്ടി തന്നിരിക്കുകയാ. എന്തിനു വേണ്ടി? യേശുവിൽ വിശ്വസിക്കണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഒരു അവസരം കൂടി തരികയാണ്. കോടാലി വൃക്ഷത്തിന്റെ ചുവട്ടിൽ കിടപ്പുണ്ട്. പലയാവർത്തി വെട്ടിക്കളയണമെന്ന് തോന്നിയ വെട്ടിയില്ല. ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുമോ എന്ന് നോക്കാം. വെള്ളമൊഴിച്ചും വളമിട്ടും നോക്കാം. താങ്കളെ പ്രതീക്ഷിക്കുന്നു യേശു. എല്ലാ മതവും ആചാരാനുഷ്ഠാനങ്ങളും സകലതും വിട്ട് യേശുവിന് വേണ്ടി നിൽക്കാൻ കഴിയുമോ? മറ്റൊന്ന്, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ഇതുവരെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മന്റെ നാമത്തിൽ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. അത് കർത്താവിന്റെ കൽപ്പനയാണ്. ആ കർത്താവിന്റെ കാഴ്ചയോട് പിന്തുടർന്ന് എനിക്കും സ്നാനമേൽക്കണം. ഇന്നൊന്ന് സമർപ്പിക്കാൻ കഴിയുമോ? ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ദൈവമക്കളോട് ഒരു ചോദ്യം. 2023 ആകാവുന്നത് പോലെയൊന്നും കർത്താവിന് വേണ്ടി ചെയ്യാനോ നിൽക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഒരു അവസരം തരുന്നു. കർത്താവിന് വേണ്ടി കുറച്ചുകൂടെ കൂടുതൽ അധികമായി ഉത്സാഹത്തോടെ, തീഷ്ണതയോടെ, ആത്മാവിൽ എരിവോടെ യേശുവിന് വേണ്ടി നിൽക്കാൻ കഴിയുമോ? ഈ എരുമേലിയിൽ പലരും ലോകം വിട്ട് ലോകത്തിന്റെ സ്നേഹത്തിലേക്ക് പോകുമ്പോൾ, പണത്തിന്റെയും പേരിന്റെയും പ്രശസ്തിയുടെയും പിന്നാലെ പോകുമ്പോൾ യേശുവിന് വേണ്ടി നിൽക്കാൻ, സ്വന്തം കാര്യം നോക്കാതെ യേശുവിന് വേണ്ടി, യേശുവിന്റെ കാര്യം നോക്കാൻ കഴിയുമോ? താങ്കൾക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഏതെങ്കിലും രോഗത്താലും ക്ഷീണത്താലും നിങ്ങൾ ഭാരപ്പെടുന്നുണ്ട്, ഇന്ന് രാത്രി യേശുവിന്റെ സൗഖ്യമാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്ന് സമർപ്പിക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഈ ആണ്ടിന്റെ ആരംഭ ദിവസങ്ങളിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അടിയന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? പരിശുദ്ധനെ ഇന്ന് രാത്രി ഇടപെട്ടതിനായി സ്തോത്രം. രോഗത്താലും ക്ഷീണത്താലുമായിരിക്കുന്ന എല്ലാവരെയും സൗഖ്യമാക്കണം. ആരെങ്കിലും കർത്താവെ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് അതേ മനസ്സോടെ നിൽക്കുന്നുവെങ്കിൽ നിമിഷങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ നിങ്ങളുടെ മക്കളെ സഹായിക്കണം. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. മഹത്വം പങ്കെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.